ആരംഭമായി നന്ദി പറയുന്നു. ഈ ഓൺലൈൻ മീറ്റിംഗിൽ നേതൃത്വം കൊടുക്കുന്ന പ്രിയ ജോസഫ് മാത്യു പാസ്റ്റർ, അതുപോലെ തന്നെ ഇതിന്റെ കോർഡിനേറ്ററായി വർക്ക് ചെയ്യുന്ന കർത്താവിന്റെ ദാസി സിസ്റ്റർ സന്ധ്യ, എല്ലാവർക്കും, അതുപോലെ തന്നെ ഈ മീറ്റിംഗിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കർത്താവ് ചെയ്ത ഉപകാരങ്ങൾ അല്ലെങ്കിൽ കർത്താവ് നൽകി തന്ന സാക്ഷ്യം നിങ്ങളോട് പറയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വിശേഷാൽ ഞാൻ ഈ ഓൺലൈൻ മീറ്റിംഗിൽ കയറിയപ്പോൾ തന്നെ എനിക്കൊരു നല്ലൊരു ആത്മസന്തോഷം തോന്നി. കാരണം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ എല്ലാവരും അന്യഭാഷകൾ, കാരണം ഈ ഒരു കാലഘട്ടത്തിൽ അന്യഭാഷ പറയാൻ പല സ്ഥലങ്ങളിലും പല ആൾക്കാരും മടിക്കുമ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ അന്യഭാഷകളിൽ തന്നെ ദൈവത്തോട് സംസാരിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് പറഞ്ഞു എങ്കിൽ പോലും എൻ്റെ പേര് ബിദുമോൻ ജോസഫ് എന്നാണ്. ഞാൻ ഇടുക്കി ജില്ലയിലാണ് കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ ആയിരിക്കുന്നത്. ഉൾപ്രദേശങ്ങളിൽ, ഗ്രാമപ്രദേശങ്ങളിലൊക്കെ കർത്താവിന് വേണ്ടി കർത്താവ് അയക്കുന്നത് പോലെ കർത്താവിന് വേണ്ടി നിന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഭാര്യയുടെ പേര് റെനി എന്നാണ്. 2 ആമക്കളെ ദൈവം തന്നു. മൂത്ത മകന്റെ പേര് ലെമുവേല്. അവൻ +2 കഴിഞ്ഞ് ഉപരിപഠനത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ മോൻ 8ാം ക്ലാസ് പാസ്സായി 9ാം ക്ലാസ്സിലേക്ക് പഠിക്കാനായും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ കുടുംബമായി വചനം പറയുന്ന പോലെ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന് പറഞ്ഞതുപോലെ ഒരുമിച്ച് വളരെ സന്തോഷമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ മറ്റു മുഖവരകളൊന്നും തന്നെ ഇല്ലാതെ എൻ്റെ അനുഭവ സാക്ഷ്യത്തിലേക്ക് പെട്ടെന്ന് പ്രവേശിക്കാം. എനിക്ക് തോന്നുന്നു എനിക്ക് ആരെയും തന്നെ അങ്ങനെ പ്രത്യേകിച്ച് പരിചയമില്ല. എന്നെ ഈ മീറ്റിംഗിലേക്ക് വിളിച്ചത് കർത്താവിന്റെ ദാസി സന്ധ്യയാണ്. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രിയ സജി ബ്രദർ എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്തും സ്നേഹിതനുമാണ്. അദ്ദേഹത്തെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളൊക്കെ ഈ സജി ബ്രദർ അടങ്ങുന്ന ഞങ്ങൾ ഏകദേശം 43ഓളം സഹോദരങ്ങൾ കർത്താവായ യേശു ക്രിസ്തു രക്ഷിച്ച ഒരനുഭവം ഞങ്ങൾക്കുണ്ട്. ഇന്ന് എല്ലാവരും പല സ്ഥലങ്ങളിൽ കർത്താവിന്റെ വേലയോട്, ജോലിയോട് പല സ്ഥലങ്ങളിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുണ്ട്. ഇത് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു കാലത്ത് കർത്താവായ യേശു ക്രിസ്തു ഈ ജയിലിന്റെ അകത്ത് ഒക്കെ ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ അകത്ത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒരു ഉണർവ് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ഉണർവ് കർത്താവ് ആ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു. ആ ഉണർവിൽ കർത്താവായ യേശു ക്രിസ്തു ഏകദേശം 43 പേരെ ഒരു കാലഘട്ടത്തിൽ കർത്താവായ യേശുവിന് സ്വന്തം രക്ഷിതാവും നാഥനുമായി സ്വീകരിക്കുവാൻ കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ അകത്ത് വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഈ 43 പേരും ഇന്ന് പല സ്ഥലങ്ങളിലുണ്ട്. ഇപ്പൊ 43 പേരല്ല, ജയിലിൽ നിന്ന് യേശുക്രിസ്തുവിനെ അറിഞ്ഞ ഒരുപാട് പേരുണ്ട്, ഒത്തിരി ആൾക്കാരുണ്ട്. ഞങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ ഉണർവിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആ 43 പേരില് 23ാമത്തെ ആളാണ് ഞാൻ. ജയിലിന്റെ അകത്ത് ആരും കടന്നു വരാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ജയിലിന്റെ അകത്ത് ഇരുന്ന തടവുകാര് സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട്, ആ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ടതിലൂടെ തടവുകാരായിരുന്നവർ ഒരാൾ മറ്റൊരാളോട് സുവിശേഷം പറഞ്ഞ് ആ ആള് രക്ഷിക്കപ്പെടുകയും ആ ആൾ മറ്റൊരാളോട് സുവിശേഷം പറഞ്ഞ് മറ്റൊരാൾ യേശുക്രിസ്തുവിനെ അറിയുകയും ചെയ്ത്, അങ്ങനെ കർത്താവ് ഒരു ഉണർവിലേക്ക് ഏകദേശം 43 പേരെ കർത്താവ് കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇന്ന് പകലും എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്, കർത്താവായ യേശുക്രിസ്തു എന്നെ എങ്ങനെയാണ് കർത്താവ് സെൻട്രൽ ജയിലിൽ നിന്നും അല്ലെങ്കിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും രക്ഷിച്ചത് എന്നാണ് എനിക്ക് നിങ്ങളോടും സംസാരിക്കാനുള്ളത്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് എൻ്റെ അനുഭവ സാക്ഷ്യമാണ് കൂടുതലും ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഞാൻ എൻ്റെ പേര് പറഞ്ഞു, ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കിടക്കാം. ഞാനൊരു ജ്ഞാനായ കത്തോലിക്ക കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. കാസർഗോഡ് ജില്ലയിലാണ് ഞാൻ ജനിച്ച് വളർന്നത്. എൻ്റെ പപ്പായും മമ്മിയും അവരുടെ കുടുംബക്കാരൊക്കെ
ഒരുവിധം വലിയ കുഴപ്പമില്ലാത്ത നിലയിൽ ആ ആ അന്തരീക്ഷത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ പപ്പ പൂർണ്ണമായ ഒരു മദ്യപാനത്തിന്റെ അടിമയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പപ്പയുടെ മദ്യപാനം നിമിത്തം എല്ലാം തകർക്കപ്പെട്ടു പോയി. അന്ന് കേവലം 30,000 രൂപയ്ക്ക് എന്റെ പപ്പായി ഈ മദ്യം കഴിക്കാൻ വേണ്ടി വാറ്റ് ചാരായം എടുക്കുന്ന ആളുടെ കയ്യിൽ കൊണ്ടുപോയി ആധാരം വെച്ച് എഗ്രിമെന്റ് ചെയ്തു. അങ്ങനെ 30,000 രൂപയ്ക്കും അവിടെ നിന്ന് കുടിച്ച് അത് തീർക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അന്ന് ഞാൻ അമ്മയുടെ ഉദരത്തിലായിരുന്നു. അന്ന് അമ്മയുടെ ഉദരത്തിൽ ജനിച്ചിട്ടില്ലായിരുന്നു. എനിക്ക് 2 ജ്യേഷ്ഠന്മാരുണ്ട്. പക്ഷേ ഈ പപ്പായുടെ മമ്മിയുടെ കുടുംബമൊക്കെ ആകെ തകർന്നു പോയി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൻ മദ്യപിച്ച് എല്ലാം നഷ്ടമാക്കുമ്പോൾ അമ്മ വീട്ടിൽ പട്ടിണിയുടെ ദാരിദ്ര്യത്തിന്റെ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. അവസാനം കിടപ്പാടം പോലും പോയി സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട സാഹചര്യം വന്നപ്പോൾ അമ്മ 2 മക്കളെ കൊണ്ട് അമ്മയുടെ വീട്ടിലേക്ക് ചെന്നു. അമ്മയുടെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടുന്ന് വെല്ലുമ്മ കൊടുത്ത കുറച്ച് സ്ഥലത്ത് വീട് വെച്ച് ഇങ്ങനെ താമസിച്ചു. അപ്പോൾ അതിൻ്റെ അകത്ത് വലിയ വരുമാനമില്ല. അമ്മ ആ സമയത്തും പണിക്ക് പോകുമായിരുന്നു. അപ്പോൾ അമ്മയുടെ ഹൃദയത്തിന്റെ അകത്ത് പെട്ടെന്ന് ഇങ്ങനെ ഒരു ചിന്ത വന്നു. ഈ ഉദരത്തിൽ കിടക്കുന്ന മകനും കൂടെ ജനിച്ചു കഴിഞ്ഞാൽ ഈ മറ്റു 2 മക്കളെ പോറ്റാൻ തന്നെ മാർഗമില്ല. അപ്പൊ ഉദരത്തിൽ കിടക്കുന്ന ഞാൻ ജനിച്ചു കഴിഞ്ഞാൽ എന്നെ എങ്ങനെ പോറ്റുമെന്നുള്ളൊരു ചിന്ത അമ്മേനെ അലട്ടിയത് കൊണ്ട് തന്നെ അമ്മ ഉദരത്തിലിരിക്കുന്ന എന്നെ ആ സമയത്ത് നശിപ്പിച്ചു കളയുവാനുള്ള പദ്ധതി ഒരുക്കി. അപ്പോൾ അമ്മ അതിനുള്ള പ്ലാനുകളും പദ്ധതികളൊക്കെ അമ്മ ഒരുക്കിയ സമയത്താണ് രാജപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു തെങ്ങും പറമ്പിന്റെ അകത്ത് ഒരു ധ്യാനം കടന്നു വരികയും അമ്മ അതിൽ അറ്റൻഡ് ചെയ്യുകയും അമ്മയുടെ ചെവിയിൽ ആരോ വന്ന് പറയുന്നത് പോലെ ഉദരത്തിലുള്ള കുഞ്ഞിനെ നശിപ്പിച്ചു കളയരുത് എന്നുള്ള ശബ്ദം അമ്മ കേട്ടതിന്റെ വെളിച്ചത്തിലാണ് ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നത്. ഞാൻ വിശ്വാസ മാർഗത്തിലേക്ക് കടന്നു വന്നപ്പോൾ എൻ്റെ അമ്മ എന്നോട് തുറന്നു പറഞ്ഞൊരു കാര്യമാണ്, ആമേൻ, നിന്നെ അന്ന് നശിപ്പിച്ചു കളഞ്ഞായിരുന്നെങ്കിൽ നീ ഇന്ന് ബന്ധക്കോസ് ആരാധനയിൽ പോകില്ലായിരുന്നു എന്ന് എന്നോട് തീർന്നു പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ സംഭവം അറിയുന്നത്. പ്രിയ ദൈവമക്കളെ, എനിക്ക് ആദ്യമായിട്ട് തന്നെ എൻ്റെ കർത്താവിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നതിൽ ഏറ്റവും പ്രാധാന്യപ്പെട്ട ഒരു സാക്ഷ്യം എന്ന് പറയുന്ന വിശുദ്ധ ബൈബിൾ പറയുന്നത് പോലെ എൻ്റെ സ്വർഗത്തിലെ ദൈവം എന്നെ അമ്മയുടെ ഉദരം മുതൽ പരിപാലിച്ചു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യവും. അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ അവരെന്നെ പേര് ചൊല്ലി വിളിച്ചു. ആ ദൈവസ്നേഹം മനസ്സിലാക്കാതെ അല്പകാലങ്ങൾ ഞാൻ മുമ്പോട്ട് യാത്ര ചെയ്തു. പിന്നീട് ആ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടാൻ ഇടയായിരുന്നു. എന്തായാലും ഞാൻ ജനിച്ചു. ഞങ്ങളുടെ വീട് ഒരു കുന്നിന്റെ മുകളിലാണ്. അമ്മ ജോലിക്ക് പോകും. ഞാനന്ന് ഏകദേശം 10 വയസ്സെന്ന് വെച്ചാൽ ഉദ്ദേശം 5ാം ക്ലാസ് വരെ ഞാനന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ എപ്പോഴും സ്കൂളിൽ പോകും. ഒരു 3 കിലോമീറ്ററോളം നടന്ന് കൊട്ടോടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മലയുടെ മുകളിൽ നിന്ന് വേണം ഇറങ്ങിപ്പോകാൻ. അമ്മ രാവിലെ പണിക്ക് പോകും. അമ്മ വൈകുന്നേരം വന്നു കഴിയുമ്പോഴത്തേക്ക് ഞാൻ വന്നൊരു അടുപ്പിലേക്ക് ചൂടുവെള്ളവും മറ്റൊരു അടുപ്പിലേക്ക് ഇച്ചിരി അരിയും ഇടും. അമ്മ വന്ന് ചൂടുവെള്ളം എടുത്ത് കുടിച്ച് ഇച്ചിരി അരിയും ഇട്ട് കഞ്ഞിയാക്കി കുടിച്ച് അമ്മ കിടക്കും. പപ്പ മദ്യപാനി ആയതുകൊണ്ട് അമ്മയുടെ കൂടെ ഇല്ല, കടവരാന്തയിലും അവിടെ ഇവിടെയൊക്കെ കിടന്നുറങ്ങുന്ന അവസ്ഥ. 2 ജ്യേഷ്ഠന്മാർ എനിക്കുള്ളത്. എന്റെ പ്രായത്തിന് അല്പം കുറച്ച് പ്രായം കൂടുതലുള്ളവരാണ് 2 ജ്യേഷ്ഠന്മാര്. അവരെ വീട് വിട്ട് അവരും പോയി. വീട്ടിലെ അവസ്ഥ സാഹചര്യമായതുകൊണ്ട് അവരെ മറ്റൊരു സ്ഥലത്തേക്ക് പോയി അവര് ജോലി ചെയ്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ ജോലിയോടുള്ള ബന്ധത്തിൽ പഠിച്ച് അവർ നല്ല നിലയിലേക്ക് മറ്റൊരു സ്ഥലങ്ങളിലൊക്കെ പോയി അവർ ജീവിക്കാൻ തുടങ്ങി. എന്റെ 2ാമത്തെ ജ്യേഷ്ഠൻ ഇപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടുപോയി. അപ്പൊ ഞാൻ പറഞ്ഞേ, ആ വീട്ടിൽ അപ്പോഴും ഞാനും എൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ. ഞാൻ സ്കൂളിൽ പോകും, വരും, വീട്ടിൽ വരും, കഞ്ഞി കുടിച്ചും കിടന്നുറങ്ങും. മാതാപിതാക്കൾ സ്നേഹിച്ചിരിക്കെ മാതാപിതാക്കളുടെ സ്നേഹം എന്താണെന്ന് അറിയാതെ വളർന്നൊരു വ്യക്തിയാണ് ഞാൻ. സ്കൂളിൽ പോകുന്ന സമയത്ത് കീറിയ ഉടുപ്പ് പിന്നെയും തുന്നി തരുന്ന അമ്മ. സ്നേഹം എന്ന് പറയുന്നത് എന്തെന്ന് അറിയത്തില്ല. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും മലയാളം വായിക്കാനും എഴുതാനും അറിയത്തില്ല. പപ്പ ഇല്ലാത്തതിന്റെ വേദന. പപ്പ ഒരു മദ്യപാനി ആയതുകൊണ്ട് തന്നെ കൂട്ടുകാർ ചോദിക്കുമ്പോൾ നാണക്കേട് വല്ലാതെ എന്നെ ചെറുപ്രായത്തിൽ തന്നെ അലട്ടി. അമ്മയാണെങ്കിൽ വീട്ടിലൊന്നും മിണ്ടുവോ വർത്താനം പറയുവോ ഒന്നുമില്ല. ആരും ഒന്ന് പറഞ്ഞു തരാനോ പഠിപ്പിച്ചു തരാനോ ആരും ഇല്ലാതെ ചെറുപ്രായത്തിൽ തന്നെ ജീവിതം വളരെ സമാധാനമില്ലാത്തൊരു അന്തരീക്ഷത്തിലേക്ക് കടന്നുപോയി. പലപ്പോഴും ഞാൻ സ്കൂളിൽ പോകാതെ കശുമാവും തോട്ടത്തിൽ കയറിയിരിക്കും, തെങ്ങും തോട്ടത്തിൽ കയറിയിരിക്കും. ആഹാരമൊന്നും നല്ല നിലയിൽ കഴിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഞങ്ങളുടെ കുടുംബക്കാരൊക്കെ ആ സമയത്ത് നല്ല നിലയിലാണ്. പക്ഷെ പപ്പായുടെ മദ്യപാനം കൊണ്ട് തകർന്നു പോയി. പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് 5ാം ക്ലാസ് പഠനം പൂർത്തിയാക്കാതെ ഞാന് എൻ്റെ വീട്ടിലെ എൻ്റെ പപ്പ ഇല്ലാത്ത നിന്ന കൂട്ടുകാർ കളിയാക്കുന്നു. അന്നും ഞാനൊരു പ്ലാസ്റ്റിക് കവറിലൊക്കെയാണ് സ്കൂളിൽ പുസ്തകമൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. എൻ്റെ പപ്പ എൻ്റെ കൂടെ ഇല്ല, എന്നെ കൂട്ടുകാർ കളിയാക്കുന്നതും എൻ്റെ ആ വീട്ടിൽ നിന്ന് ഒരു സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ ഞാന് നിന്ദിതനായി ഞാൻ എൻ്റെ വീട് വിട്ട് ഇറങ്ങുവാൻ ഇടയായി തീർന്നു. ഞാൻ എൻ്റെ വീട് വിട്ട് അന്ന് എൻ്റെ കയ്യിൽ കിട്ടിയ കുറച്ച് കാശും എടുത്തുകൊണ്ട്
കാഞ്ഞങ്ങാട് എന്ന് പറഞ്ഞ ടൗണിലേക്ക് ഞാൻ യാത്ര പോയി. കാഞ്ഞങ്ങാട് എന്ന് പറഞ്ഞ ടൗണിൽ ചെന്ന് ആ ടൗണില് ഞാൻ അലഞ്ഞു തിരിഞ്ഞു നടന്നു. പണിയൊക്കെ അന്വേഷിച്ചു, ഒന്നും കിട്ടിയില്ല. ചിലയിടത്തൊക്കെ ചില സാഹചര്യങ്ങളൊക്കെ ഒരുങ്ങി കിട്ടിയെങ്കിലും അതിൽ നിന്ന് കിട്ടിയ കാശ് കൊണ്ട് അന്ന് ചെറുപ്രായമാണ്. എന്തെങ്കിലും പടം കാണാൻ പോവുകയോ അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളിലൊക്കെ പോകും. ഒരു ദിവസം രാവിലെ ആയപ്പോൾ എന്റെ കയ്യിൽ കാശില്ല. അന്ന് കടവരാന്തയിലൊക്കെയാണ് കിടന്നുറങ്ങുകയൊക്കെ ചെയ്യുന്നത്. അന്ന് എന്റെ പ്രായം ഏകദേശം 10 വയസ്സാണ്. ഞാൻ എന്റെ പ്രായമൊക്കെ പറയുന്നത് ടെസ്റ്റ് മണി പറയുമ്പോൾ ഏകദേശം ഉദ്ദേശ പ്രായമായിരിക്കും പറയുന്നത്. കാരണം ഞാൻ ജീവിച്ച കാലഘട്ടത്തിൽ എന്റെ പ്രായമൊക്കെ എത്രയാണെന്ന് കറക്റ്റായിട്ട് പറഞ്ഞ് എടുത്ത് ഓർക്കാനുള്ള സാഹചര്യമില്ലാത്തതുകൊണ്ട് ഏകദേശം ഉദ്ദേശം പ്രായമായിരിക്കും ഞാൻ പറയുന്നത്. ആമേൻ. ഞാൻ അവിടുന്ന് വിശപ്പ് താങ്ങാൻ വഴിയാതെ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ ഞാനിങ്ങനെ കടന്നു വന്ന് പ്ലാറ്റ്ഫോമിൽ ഞാനിങ്ങനെ ഇരിക്കുകയാണ്. എന്റെ വളരെ വസ്ത്രമൊക്കെ മുഷിഞ്ഞിരിക്കുന്ന ഒരാള്, ആകെ ആഹാരം കഴിച്ചിട്ടില്ല, വളരെ വിശപ്പ് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ. പലപ്പോഴും ഞാന് റെയിൽവേ സ്റ്റേഷനിൽ എന്തിനാ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ ട്രെയിന് ഇങ്ങനെ ഓടിപ്പോകുമ്പോൾ എല്ലാവരും ട്രെയിനിൽ കയറിയതാ, നമുക്കറിയാം, പൊതിച്ചോറൊക്കെ വാങ്ങും. ആഹാരം കഴിച്ചിട്ട് ഈ പൊതിച്ചോറ് പ്ലാറ്റ്ഫോമിലേക്ക് അല്ലെങ്കിൽ ഈ റെയിൽവേ ട്രാക്കിലേക്കൊക്കെ വലിച്ചെറിയാറുണ്ട്. ചിലപ്പോഴൊക്കെ വലിച്ചെറിയുന്ന ആഹാരം ഓടിപ്പോയി എടുത്ത് അതിന്റെ 4 ഭാഗത്തു നിന്നും വലിച്ചു കൂട്ടി കിട്ടുമ്പം ഒരു പിടി പറ്റ് കിട്ടും. ആ ഒരു പിടി പറ്റും പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരു ഗ്ലാസ് എടുത്തുകൊണ്ട് റെയിൽവേ ട്രാക്കിൽ പോയി വെള്ളവും കുടിച്ച് ഉപജീവന മാർഗം കഴിച്ചത് ഞാൻ ഇപ്പോൾ ഓർക്കുന്നു. ഞാൻ അതൊക്കെ ഓർത്ത് എന്റെ കർത്താവിനെ എപ്പോഴും ഞാൻ സ്തുതിക്കാറുണ്ട്. ഞാൻ പലപ്പോഴും പൊട്ടിയ വത്തക്ക കഷ്ണവും മാർക്കറ്റിൽ പോയി ഓറഞ്ചൊക്കെ എടുത്ത് ഭക്ഷണം വേസ്റ്റ് വാഹനമൊക്കെ എടുത്ത് കഴിക്കുന്ന ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കാഞ്ഞങ്ങാട് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന സമയത്ത് എന്റെ അടുക്കല് 2 തമിഴ് പിള്ളേര് വന്ന് ഇരിക്കുവാൻ ഇടയായി തീർന്നു. 2 3 പിള്ളേരുണ്ട്. അവര് വന്നിരുന്ന് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവര് പഴത്തിന്റെ പൊതി അടിച്ച് അവരിങ്ങനെ ചെറുപഴം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് വിശപ്പ് താങ്ങാൻ പറ്റാതെ ഞാൻ അവരുടെ മുഖത്തേക്ക് നോക്കുകയാണ്. അപ്പൊ അവരുടെ ഭാഷയിൽ ചോദിച്ചു, പഴം വേണോന്ന് ചോദിച്ചു. ഞാൻ വിശപ്പ് താങ്ങാൻ വയ്യാതിരിക്കുകയാണ്, വേണമെന്ന് പറഞ്ഞു. അവർ തന്ന പഴം കഴിച്ചു. കുറച്ച് സമയം കഴിഞ്ഞപ്പം തമിഴല്ല, എന്നാൽ തമിഴ് ചുവയോടുകൂടെ മലയാളം എനിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവർ ചോദിച്ചു, എന്താ ഇവിടെ ഇരിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഒരു പണി അന്വേഷിച്ച് വന്നതാണ് എന്ന് അവരോട് പറഞ്ഞു. അവര് പറഞ്ഞു, ഇവിടെയൊന്നും പണി കിട്ടത്തില്ല, നിങ്ങൾ ഞങ്ങളുടെ കൂടെ കൂടിക്കും, നല്ല പണിയാ, ഞങ്ങൾ ചെയ്യുന്ന പണി എവിടെ വേണേലും കിടക്കാം, എവിടെ വേണേലും ഇരിക്കാം, എവിടെ വേണേലും ഉറങ്ങാം എന്നിങ്ങനെ പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ പണിയെന്ന്? നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, അവരുടെ പണി എന്ന് പറയുന്നത് ആമേൻ പഴയ സാധനം പെറുക്കി നടക്കുന്ന ജോലിയാണ്. എന്റെ വിശപ്പ് താങ്ങാൻ കഴിയാതെയും എന്റെ മുമ്പോട്ടുള്ള ജീവിതം എങ്ങനെ പോകണമെന്ന് അറിയാതെയും ഏകദേശം 10 വയസ്സ് കഴിഞ്ഞ ഞാനന്ന് നിക്കറിട്ട് നടക്കുന്ന പ്രായമാണ്. ഞാൻ അവരുടെ കൂടെ കൂടി. അവരെനിക്കൊരു പഴയ ചാക്ക് തന്നു. ഞാൻ ആ ചാക്കുമായി റെയിൽവേ സ്റ്റേഷനിലൂടെ വീടുകളുടെ പുറകിലൂടെയൊക്കെ, ചില വീടുകളുടെ പുറകിലൂടെയൊക്കെ ഈ പഴയ സാധനം ആക്രിസ്ഥാനം പെറുക്കാൻ ചെല്ലുമ്പോൾ ചൂടുവെള്ളം എടുത്തൊഴിക്കും, അല്ലെങ്കിൽ മുളക് പൊടി കലക്കി ഒഴിക്കും. ഞങ്ങൾ ആട്ടി ഓടിക്കാറുണ്ട്. ഞങ്ങള് പലപ്പോഴും വിശപ്പ് താങ്ങാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ പല ബുദ്ധിമുട്ടുകളും ഞങ്ങൾക്ക് നേരിട്ടിട്ടുണ്ട്. ഇവരോടെ കണ്ടാൽ ആർക്കും കാർപ്പിച്ച് തുപ്പാൻ തോന്നുന്ന വേഷത്തില് കുളിക്കാറില്ല, അലക്കാറില്ല, മുടി വളർത്തി ജട പിടിച്ച് ഒരേ വസ്ത്രമിട്ട് ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും പല സ്ഥലങ്ങളിലും കടന്നുറങ്ങും. രാത്രിയിൽ ഉറങ്ങുന്നിടത്ത് വന്ന് പോലീസ് അടിച്ചു ഓടിക്കും. ഒരു നിർവാഹമില്ല, കണ്ടാൽ ആരും കാർപ്പിച്ച് തുപ്പാൻ തോന്നും. അപ്പോൾ അന്നും എന്റെ സ്വന്തം അമ്മ പോലും എന്നെ കണ്ടപ്പോൾ അവർ മാറിപ്പോയ എന്റെ കുടുംബക്കാർ എന്നെ കാണുമ്പോഴൊക്കെ എന്നെ മാറിപ്പോകുന്ന അനുഭവമുണ്ട്. ഞാൻ അവരെ ഒരിക്കലും കുറ്റം പറയത്തില്ല. ദൈവമക്കളായിരിക്കുന്ന നമ്മൾ പോലും പലപ്പോഴും മുഷിഞ്ഞ വസ്ത്രവും ഭിക്ഷക്കാരും അല്ലെങ്കിൽ പെരുക്കി നടക്കുന്നവരെ കണ്ടാലും നമ്മൾ മിണ്ടാൻ മടിക്കും. കാരണം അവരുടെ വസ്ത്രം അത്രയും മുഷിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവരെ ഒരിക്കലും കുറ്റം പറയത്തില്ല. ഞാൻ അന്ന് ഓർത്തു, എന്നെ ഒന്ന് വിളിച്ചായിരുന്നെങ്കിൽ, എന്നെ ഒന്ന് അവർ കൊണ്ടുപോയായിരുന്നെങ്കിൽ എനിക്ക് നല്ല വസ്ത്രം ധരിക്കാമായിരുന്നു, നല്ല ആഹാരം ധരിക്കാമായിരുന്നു എന്നൊക്കെ ചിന്തിക്കുമ്പോഴും എന്നെ കാണുന്നവരെല്ലാം മാറിപ്പോകുന്ന അവസ്ഥയായി. കാഞ്ഞങ്ങാട് എന്ന് പറയുന്ന ഏകദേശം ഒരു 30-35 കിലോമീറ്റർ ദൂരം മാത്രമാണ്. ആ ടൗണിലാണ് ഞങ്ങളുടെ കുടുംബക്കാരൊക്കെ വരുന്നത്. പലപ്പോഴും എന്നെ ഈ ആഖിരി സാധനങ്ങൾ പെറുക്കി നടക്കുന്നവരെന്നെ കാണാറുണ്ട്. അപ്പൊ ഞാൻ എനിക്ക് ഇതോർത്ത് സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അന്ന് എന്റെ അപ്പനോ അമ്മയോ അല്ലെങ്കിൽ എന്റെ കുടുംബക്കാരോ ആരെങ്കിലും ഒരുപക്ഷെങ്കിൽ എന്നെ വിളിച്ചുകൊണ്ടായെങ്കിൽ എനിക്ക് ഒരുപക്ഷെങ്കിൽ നല്ല ഡ്രസ്സ് കിട്ടിയേനെ, ഒരുപക്ഷെങ്കിൽ നല്ല ആഹാരം കിട്ടിയേനെ. പക്ഷെ അവരൊന്നും എന്നെ വിളിച്ചു കൊണ്ടാകത്തില് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. മറ്റൊന്നുമല്ല, എനിക്ക് ഇത്രയും സ്നേഹിക്കുന്ന എന്റെ അരുമനാഥനായ കർത്താവിനെ കണ്ടുമുട്ടാനുള്ള ഒരവസരം സ്വർഗം ഒരുക്കി തന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരുപക്ഷെങ്കിൽ അവരെന്നെ വിളിച്ചുകൊണ്ടായിരുന്നെങ്കിൽ ഈ യേശുവിന്റെ സ്നേഹം ഞാൻ അറിയില്ലായിരുന്നു. അതുകൊണ്ട്
യേശുവിന്റെ സ്നേഹത്തിലേക്ക് കടന്നു വരാൻ തുടങ്ങി. ഏകദേശം 13 വയസ്സ് വരെ കാഞ്ഞങ്ങാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ പ്രദേശങ്ങളിൽ ആക്രി സാധനവും പെറുക്കിക്കൊണ്ട് ഞാൻ എന്റെ ജീവിതം മുന്നോട്ട് നീക്കി. ജീവിതത്തിൽ ആരുമില്ലാത്തവനായി, സ്നേഹിക്കാൻ ആരുമില്ലാത്തവനായി, എല്ലാവരിലും ഒറ്റപ്പെട്ടവനായി, സമാധാനമില്ലാത്തവനായി ഞാൻ ജീവിച്ചു. ആ സാഹചര്യത്തില് എന്റെ പപ്പ മദ്യപാന നിമിത്തം നഷ്ടപ്പെടുത്തിയതൊക്കെ തിരിച്ചു പിടിക്കണമെന്നുള്ള ഒരു ആഗ്രഹം എന്റെ ഹൃദയത്തിൽ കയറി. ബൈബിൾ പറയുന്നത് പോലെ ദിവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലകാരണമെന്ന് ബൈബിൾ പറയുന്നത് പോലെ എന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് ദിവ്യാഗ്രഹം കയറി. എന്നെ നിന്ദിച്ച എന്റെ കുടുംബക്കാരുടെ മധ്യത്തിലും നാട്ടുകാരുടെ മധ്യത്തിലും മാന്യമായി എനിക്ക് ജീവിക്കണമെന്ന്, പണം ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹം എന്റെ ഹൃദയത്തിൽ വന്നു. 13 വയസ്സ് കഴിഞ്ഞപ്പോൾ വേറെ ചില കൂട്ടുകെട്ടിൽ ഏർപ്പെട്ടു. അവരിലൂടെ ചെറിയ ചെറിയ മോഷണത്തിലേക്ക് പോയി. ആ മോഷണം ഏകദേശം 3 വർഷത്തോളം കൊച്ചു കൊച്ചു മോഷണങ്ങൾ നടത്തി അവസാനം ഒരു കുറച്ച് ചെമ്പ് കമ്പി മോഷ്ടിച്ച് ഞാന് കാഞ്ഞങ്ങാട് പോലീസ് പിടിച്ചു. ഞാന് അന്ന് വേറെ കൂട്ടുകാരുടെ കൂടെയായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. അന്ന് എനിക്ക് ഏകദേശം ഉദ്ദേശം ഒരു 16 വയസ്സൊക്കെ ആയതേ ഉള്ളൂ. പോലീസ് പിടിച്ച് ഞങ്ങൾ ലോക്കപ്പിൽ കൊണ്ടുപോയിട്ടു. ആ ലോക്കപ്പിൽ കൊണ്ടുപോയിട്ടപ്പോ അന്ന് അവിടുത്തെ SI വന്നു കഴിഞ്ഞപ്പോ ചോദിച്ചു, ഇദ്ദേഹത്തെ എന്തിനാണ് ഈ ലോക്കപ്പിൽ ഇട്ടെന്ന് SI ചോദിച്ചു. അപ്പൊ അന്ന് അദ്ദേഹം പറഞ്ഞ വാക്ക് എന്റെ ഹൃദയത്തിലിരിക്കുക. പറഞ്ഞു, മോഷണ കേസിൽ പിടിച്ചാന്ന് തോന്നുന്നു. അപ്പൊ അവര് പറഞ്ഞു, ഇവനെയൊക്കെ എന്തിനാണ് ഈ ലോക്കപ്പിൽ ഇട്ടിരിക്കുന്നത്? കാരണം അവൻ ലോക്കപ്പിൽ ഇട്ടാലും ലോക്കപ്പിന്റെ ഇടയിലൂടെ ഇങ്ങ് പുറത്തു വരില്ലേ എന്ന് ചോദിച്ചു. കാരണം ഞാൻ അത്രയേ ഉള്ളൂ, അന്ന് അത്രയും ചെറിയ പയ്യനാണ്. എങ്കിലും ആ ലോക്കപ്പിൽ കിടക്കാൻ ചെറുപ്രായത്തിൽ തന്നെ കിടക്കേണ്ട ഒരു അവസ്ഥയുണ്ടായി. അന്ന് അവരെന്റെ കേസ് ചാർജ് ചെയ്ത് എന്നെ കാസർഗോഡ് സബ് ജയിലിലാക്കി. കാസർഗോഡ് സബ് ജയിലിൽ നിന്നും കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എന്നെ മാറ്റി. കേസ് കണ്ണൂരായതുകൊണ്ട് മോഷണത്തിന്റെ കേസ് കണ്ണൂരായിരുന്നു. കണ്ണൂർ സബ് ജയിലിൽ നിന്നും എന്നെ 6 മാസം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നെ 6 മാസത്തേക്ക് ശിക്ഷിച്ച് എന്നെ കണ്ണൂര് സെൻട്രൽ ജയിലിന്റെ അകത്തേക്ക് എന്നെ വിടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ അകത്ത് ഞാൻ പോയി കിടന്നു. ഞാനൊരു കുറ്റവാളിയായി, ശിക്ഷിക്കപ്പെട്ട ഒരു പ്രതിയായി, കുറ്റവാളിയായി ഞാൻ അതിന്റെ അകത്തേക്ക് കയറുമ്പോൾ ഞാൻ നിരാശപ്പെട്ടവനായിട്ടാണ് ഞാൻ അതിന്റെ അകത്ത് കയറുന്നത്. ഞാനടക്കം 3 പേരുണ്ട്. എന്റെ കയ്യിൽ അന്നത്തെ കട്ടിങ്ങിന്റെ കട്ടിംഗ് ഒക്കെ എന്റെ കയ്യിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. കാരണം ബാലന്മാരായിരിക്കുന്ന മോഷ്ടാക്കൾ അറസ്റ്റിൽ എന്നും പറഞ്ഞ് വിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്ന പോലീസ്, മാതൃഭൂമി, മനോരമ പത്രങ്ങളിലൊക്കെ വന്നിരിക്കുന്ന പത്രക്കട്ടിങ്ങുകൾ. പ്രിയപ്പെട്ടവരെ, ഞാൻ അതിൻ്റെ അകത്ത് പോയി ഒരു കുറ്റവാളിയായിട്ടാണ് ഞാൻ പോകുന്നത്. ചിലപ്പോൾ ചിലർ ചിന്തിക്കും, 16 വയസ്സിന്റെ അകത്ത് ജയിലിന്റെ അകത്തിടാൻ നിയമമില്ലല്ലോ എന്ന് ചിലപ്പോൾ ചിലർ ചിന്തിച്ചേക്കാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, സത്യമാണ്, 16 വയസ്സിൽ ഒരു കുറ്റവാളിയെ ജയിലിലിടാൻ നിയമമില്ല. പോലീസുകാർ അതിൻ്റെ അകത്ത് എനിക്ക് വയസ്സ് 18 എഴുതി. 18 എഴുതുമ്പോൾ ആ കോടതിയിൽ ചെല്ലുമ്പോൾ എന്റെ കുടുംബക്കാരോ ചാർച്ചക്കാരോ ബന്ധുമിത്രാദികളോ ആരെങ്കിലും എനിക്ക് 18 വയസ്സായില്ല, 16 വയസ്സേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രായപൂർത്തി ആയിട്ടില്ല എന്നുള്ള രേഖകൾ മറ്റു കുടുംബക്കാരോ ചാർച്ചക്കാരോ ആരെങ്കിലും കോടതിയിൽ ഹാജരാക്കാൻ ഉണ്ടായിരുന്നുവെങ്കിൽ എന്നെ 16 വയസ്സിൽ അതിൻ്റെ അകത്ത് ഇടത്തില്ലായിരുന്നു. പക്ഷേ 18 വയസ്സുകാരനായിട്ടാണ് ഇപ്പോൾ ഞാൻ ജയിലിൽ കിടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആരും എനിക്കില്ലാഞ്ഞത് എനിക്ക് ഏറ്റവും നല്ലതായി. ദാവീദ് പറഞ്ഞ, എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു, എങ്കിലും യഹോവ എന്നെ ചേർത്തു. പ്രിയപ്പെട്ട ജയിലിന്റെ അകത്ത് ഞാൻ കിടക്കുന്ന സമയത്ത് എല്ലാവരും ജയിലിന്റെ അകത്ത് വന്ന് കിടക്കുന്ന വലിയ വലിയ കേസുകളൊക്കെ ആയിട്ടാ. അവരെല്ലാം വട്ടത്തിലിരുന്ന് വൈകുന്നേരം ആയപ്പോ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഓരോരുത്തർ ചോദിച്ചു, ഓരോരുത്തരുടെ കേസുകൾ എന്താ? ഓരോരുത്തർ പറഞ്ഞു, ഞാൻ കൊലപാതക കേസ്, മറ്റൊരാൾ പറഞ്ഞു 3 ലക്ഷം രൂപ, വേറൊരാൾ പറഞ്ഞു ഞാൻ 5 ലക്ഷം രൂപ. അങ്ങനെ കറങ്ങി അവര് എന്റെ അടുത്ത് വന്നു. നിന്റെ കേസ് എന്താന്ന് ചോദിച്ചു. എന്നോട് ചോദിച്ചു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, എന്റെ കേസ് ചെറിയ ഒരു ചെമ്പ് കമ്പി കഴിച്ച് മോഷ്ടിച്ചൊരു കേസാ, ഒരു 500 രൂപയുടെ ഒരു കേസാണെന്ന് പറഞ്ഞു. അവര് എന്നെ വേറൊരു നിലയിൽ ഒരു ഭീഷണിപ്പെടുത്തുന്ന ഒരു സ്വരത്തിൽ പറഞ്ഞു, എടാ, ഇനി നീ ചെറിയ കേസുമായിട്ട് നീ കണ്ണൂർ സെൻട്രൽ ജയിലിൽ അകത്തേക്ക് കടന്നു വന്നാൽ നിന്റെ മുട്ടുകാലിൽ ഞങ്ങൾ തല്ലി ഓടിക്കും. നീ ഇനി ജയിലിന്റെ അകത്ത് വരുവാണ്, മാന്യമായ കേസുമായിട്ട് വേണം വന്നോണെന്നും പറഞ്ഞ് അവരുടെ ഒരു അനുഗ്രഹവും തന്നു. ജയിലിൽ നിന്ന് 6 മാസത്തെ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഞാന് ഭാഗ്യത്തിന് എന്റെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ആ ഒരു അവസ്ഥയിലേക്ക് പോയതിലല്ല, ആ കൂട്ടുകാരെ കണ്ടുമുട്ടുവാനിടയായി തീർന്നു. ആ കൂട്ടുകാരെ കണ്ടുമുട്ടിയപ്പോൾ എനിക്ക് കുറച്ചും കൂടെ സന്തോഷമായി. അവര് വലിയ വലിയ ക്രിമിനൽ കേസുകളിൽ അകപ്പെട്ടിരിക്കുന്നവരാണ്. അപ്പൊ അവരുടെ കൂടി പൈസ ഉണ്ടാക്കാമെന്നുള്ള ഒരു ചിന്ത എന്റെ ജീവിതത്തിലേക്ക് വന്നു. ജീവിതം അവരുടെ കൂടെ മുമ്പോട്ട് തള്ളി നീക്കി. 3 മാസം പുറത്താണെങ്കിൽ 3 മാസം ജയിലിന്റെ അകത്ത് കിടക്കുന്ന അവസ്ഥ. എന്തെങ്കിലും തെറ്റ് ചെയ്യും, ജയിലിന്റെ അകത്തേക്ക് പോലീസ് പിടിക്കും. അങ്ങനെ സബ് ജയില് എന്റെ വീടും സെൻട്രൽ ജയില് എന്റെ തറവാടുമായി മാറ്റപ്പെടുന്നത് പോലെയുള്ള അവസ്ഥയിലേക്ക് സെൻട്രൽ ജയില്, സബ് ജയില്, ഡിസ്ട്രിക്ട് ജയില്, ഇങ്ങനെ കണ്ണൂർ സബ് ജയില്, കാസർഗോഡ് സബ് ജയില്, തലശ്ശേരി സബ് ജയില്, കണ്ണൂർ സെൻട്രൽ ജയിൽ, ഇങ്ങനെയുള്ള
ജയിലുകളിൽ നിരന്തരം കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. ഏകദേശം 16 വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പുകവലി ആരംഭിച്ചു. ഏകദേശം 18 വയസ്സായപ്പോഴത്തേക്കും മദ്യം, കഞ്ചാവ്, ബ്രഹ്മഷൂർ, സരസ്, സിരസ്, നെറ്റർവേറ്റ്, ഡാർജിറ്റൻ, ഇതൊന്നും ആൾക്കാരുടെ പേരല്ല, ലഹരി പദാർത്ഥങ്ങളുടെ പേരാണ്. ഇതിനെല്ലാം പൂർണ്ണമായും ഞാൻ അടിമപ്പെട്ടു. പൂർണ്ണമായും അടിമപ്പെട്ട് എന്തും ചെയ്യാനുള്ള ഒരു മനോഭാവം എന്റെ ഹൃദയത്തിൽ വന്നു. അങ്ങനെ ആര് വിളിച്ചാലും എന്ത് ചെയ്യാനുള്ള ഒരു പേടിയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക്, ജയിൽ ഇത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ ജയിലിലെ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ എന്നുള്ള ഒരു അവസ്ഥകൾ, ഞങ്ങളുടെ കൂട്ടുകാരായി, ഞങ്ങൾക്ക് ടീമുകളായി, ജയിലിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഇറക്കാൻ ആൾക്കാരായി, വക്കീലിനെ വെക്കാനുള്ള കാശുകായി, വൃത്തിയായി, ആഡംബര ജീവിതമായി, നല്ല നല്ല പാന്റും ഷർട്ടുകളും കോട്ടുകളും ഷൂകളും എല്ലാം വാങ്ങിയിടുന്നു. ഒരു ദിവസം ഒരു ഡ്രസ്സ് ഇട്ടാൽ 2 ദിവസം ഇട്ട് ഊരിക്കളഞ്ഞ് പുതിയത് വാങ്ങിയിട്ട് പോകുന്ന തലത്തിലേക്ക് ജീവിതം മാറിപ്പോയി. ആ സമയത്തും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഒരിക്കലും അനുഭവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ ജീവിതത്തിൽ മുന്നോട്ട് പോയിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവസാനമായി ഞാനടക്കം 4 പേര് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക്, കണ്ണൂർ ടൗൺ പോലീസ് ഞങ്ങളെ ഒരു കേസിൽ അകപ്പെട്ടു. സത്യത്തിൽ ആ കേസിൽ ഞാൻ നിരപരാധിയായിരുന്നു. ഞാൻ ഒരുപാട് കേസുകൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ ആ കേസിൽ ഞാൻ നിരപരാധിയായിരുന്നു. മറ്റു 3 പേര് ചെയ്ത് അതിന്റെ കൂടെ എന്നെയും പ്രതിയാക്കി. ഒരിക്കലും പോലീസ് ഇങ്ങനെ ജീവിക്കുന്നവരെ പുറത്തിറങ്ങിയാൽ ജീവിക്കാൻ അനുവദിക്കത്തില്ല. എന്തെങ്കിലും കേസ് ചാർജ് ചെയ്ത് അവരകത്തേക്ക് തള്ളിവിടും. അതാണ് അവരുടെ കാര്യങ്ങള്. കാരണം അങ്ങനെ അതുകൊണ്ടാണ് കൂടുതലും ജയിലിന്റെ അകത്ത് കിടക്കേണ്ട അവസ്ഥ. ലാസ്റ്റ് 22ാമത്തെ വയസ്സിൽ ഒരു കേസിന് പിടിക്കപ്പെട്ട് ആ കേസ് ശിക്ഷിക്കപ്പെട്ടില്ല. കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് പോയി റിമാൻഡിൽ ഞങ്ങൾ കിടക്കുകയാണ്. ആ കണ്ണൂർ സെൻട്രൽ ജയിലിൽ കിടക്കുന്ന സമയത്ത് സാധാരണ 3 മാസമൊക്കെ കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും ഒക്കെ പുറത്തിറങ്ങുന്ന ആരെങ്കിലും വക്കീലോ അല്ലെങ്കിൽ കൂട്ടുകാർ ആരെങ്കിലും ഇറക്കുന്ന, ഇതില് കുറച്ച് പൈസ കൊടുക്കാനുണ്ടായിരുന്നത് കൊണ്ട് ആരും തന്നെ വന്നില്ല. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള മെയിൻ ആയിട്ടുള്ള 4 പേര് ആ കേസിൽ അകത്തായിപ്പോയി. അതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാതെ വന്നു. 3 മാസം കഴിഞ്ഞു. വിചാരണ നടക്കുന്നില്ല, ആർജന്റ് നടക്കുന്നില്ല, ജഡ്ജിമെന്റ് ഒന്നും നടക്കുന്നില്ല. അങ്ങനെ വെറുതെ ജയിലിന്റെ അകത്ത് ഇട്ടിരിക്കുന്ന അവസ്ഥയാണ്. കാരണം കോടതിയുടെ നിയമം അനുസരിച്ച് ഒരു റിമാൻഡ് പ്രതിയെ 6 മാസത്തിനുള്ള റിമാൻഡുകൾ കാലാവധി പൂർത്തിയാക്കണം. പക്ഷെ 6 മാസമായിട്ടും എന്റെ റിമാൻഡിൽ കിടക്കുമ്പോൾ തന്നെ അതിന്റെ വിധിയൊന്നും വരുന്നില്ല. ഞാന് ഏകദേശം മാസങ്ങൾ മുന്നോട്ട് പോയപ്പോൾ എന്റെ ഹൃദയത്തിന്റെ അകത്ത് പെട്ടെന്നൊരു ചിന്ത ഇങ്ങനെ കടന്നു വന്നു. ആ സമയത്ത് ജയിലിന്റെ അകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഈ ജയിലിന്റെ അകത്ത് രക്ഷിക്കപ്പെട്ട സുഹൃത്തുക്കൾ, നല്ല എന്റെ സ്നേഹിതന്മാർ, ഈ സജീവ് ബ്രദറെ, പോളച്ചൻ, അക്ബർ അലി, സുരേഷ്, സജീവൻ, ആമൻ, ഗോപകുമാർ, ഇങ്ങനെ ഒരുപാട് തടവുകാര് അവിടെ ദൈവത്തെ ആരാധിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ദൈവം അവരുടെ ജയിലിലെ പെർമിഷനോട് കൂടി ഒരു ബിൽഡിങ്ങിന്റെ പുറത്ത് പായിട്ട് എല്ലാ ദിവസവും അവര് ദൈവത്തെ ആരാധിക്കുമായിരുന്നു. ആരാധനയ്ക്ക് സ്വാതന്ത്ര്യം ജയിലിലുണ്ട്. ഒരു കെട്ടിടം ഞായറാഴ്ച എല്ലാ ക്രിസ്തീയ ആനികൾക്കും കൂടി ഒരു കെട്ടിടം കൊടുത്തിട്ടുണ്ട്. അതിൽ ഓരോരുത്തർക്കും ഓരോ ടൈമാണ്. ബെന്തക്കോസ് ആരാധനക്കാർക്കാണ് ഏറ്റവും ലാസ്റ്റ്. അതുകൊണ്ട് ഒത്തിരി സമയം അവർക്കുണ്ട്. പക്ഷെ ബാക്കിയുള്ള ദിവസം ആ കെട്ടിടം തുറന്നു കൊടുക്കാത്തതുകൊണ്ട് അതിന്റെ മുമ്പിൽ അവര് പാഴയൊക്കെ സംഘടിപ്പിച്ച് അവിടെ ഇരുന്നാണ് പ്രാർത്ഥിക്കുന്നത്. ആ സുഹൃത്തുക്കൾ പല പ്രാവശ്യം എന്റെ അടുത്ത് വന്നു. ഒരു ദാസൻ എന്ന് പറഞ്ഞ സഹോദരൻ, അങ്ങനെ ഇവരൊക്കെ പല പ്രാവശ്യം, പോളച്ചൻ എന്ന് പറഞ്ഞ സഹോദരൻ, ഇവരെല്ലാം പല പ്രാവശ്യം എന്റെ അടുക്കൽ വന്നെങ്കിലും ഞാൻ ഇവരെയൊക്കെ ആട്ടി ഓടിക്കുമായിരുന്നു. ദാസൻ എന്ന് പറഞ്ഞ സഹോദരൻ പല പ്രാവശ്യം എന്റെ അടുത്ത് സുവിശേഷം പറയാൻ വരുമ്പോഴും ഞാൻ പറയും, ജയിലിന്റെ പുറത്തും മതം മാറ്റം, അകത്തും മതം മാറ്റം, നിങ്ങൾക്ക് വേറൊരു പണിയുമില്ലേ? ഞാനൊരു ജ്ഞാനായക്കാരനാണെന്നും പറഞ്ഞ് ഞാൻ കള്ളനാണേലും മോഷ്ടാവാണേലും എന്റെ പാരമ്പര്യത്തിന് പറയുന്നതിൽ ഒരു കുറവും ഞാൻ വരുത്തിയില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ജ്ഞാനായക്കാരനാണ്, അതുകൊണ്ട് നിങ്ങൾ എന്റെ അടുത്തൊന്നും പറയാനൊന്നും വരണ്ട, ഞാൻ ക്രിസ്ത്യാനിയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ അവരെ തള്ളിവിട്ടു. പ്രിയപ്പെട്ടവരെ, ജീവിതം മുന്നോട്ട് പോയി. ആ സമയത്ത് ജയിലിന്റെ അകത്ത് തന്നെ ഞായറാഴ്ചകളിൽ കത്തോലിക്ക പള്ളിയിലെ അച്ഛന്മാരും സിസ്റ്റർമാരും കുർബാന ചൊല്ലുവാനായിട്ട് വരാറുണ്ട്. അവരുടെ അടുക്കൽ ഞാൻ ഇങ്ങനെ പോകാറുണ്ട്, പ്രാർത്ഥനയ്ക്കൊക്കെ പോകാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കള്ളനാണേലും മോഷ്ടാവാണേലും ആ ഒരു വിശ്വാസത്തിനൊന്നും കുറവില്ല. പണ്ടും മോഷ്ടാവായി നടക്കുന്ന സമയത്തും പണ്ടും പൈസ കൊടുക്കുമായിരുന്നു. മോഷ്ടാവായി നടക്കുന്ന സമയത്തും കൊണ്ടുപോയി ഭണ്ഡാരക്കുറ്റിയില് പൈസ ഇട്ടിട്ട് ഞാൻ പറയുമായിരുന്നു, എന്നെ രാത്രിയിലൊന്നും പോലീസ് പിടിക്കാതെ കാത്തോളോ എന്നൊക്കെ പറഞ്ഞു പോകുമായിരുന്നു. അതുകൊണ്ട് ആ ഒരു മൈൻഡ് അന്നും ഉണ്ടായിരുന്നു. അപ്പോൾ ആ പള്ളിയിലൊക്കെ പോകുമായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഈ ജയിലിന്റെ അകത്ത് കിടക്കുന്ന സമയത്ത് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് നന്നായി ജീവിക്കണമെന്നൊരു ആഗ്രഹം എന്റെ ഹൃദയത്തിൽ വന്നു. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് എന്നോട് പറയുന്നു, നിനക്ക് നന്നായി ജീവിക്കാൻ കഴിയില്ല, കാരണം നിനക്ക് അപ്പം വെറുത്തു, അമ്മ വെറുത്തു, നാട്ടുകാർ വെറുത്തു, സമൂഹം വെറുത്തു, നന്നായാൽ പോലും പോലീസുകാർ തന്നെ ജീവിക്കാൻ പറ്റത്തില്ല. മറു സൈഡിൽ നിന്ന് പറയുന്നു, നിനക്ക് നന്നാകാൻ കഴിയുമെന്ന് പറയുന്നു. രണ്ടിനാലും ഞാൻ
ആമേൻ ഞെരുങ്ങുന്നൊരവസ്ഥയായി. ആമേൻ ജയിലിൽ വരുന്ന അച്ഛന്മാരോടും സിസ്റ്റർമാരോടും ഞാൻ ചെന്ന് പറയും, എനിക്ക് നന്നായി ഒന്ന് ജീവിക്കണമെന്ന് പറയുമ്പോൾ അച്ഛൻ തലയിൽ കൈ വെച്ചിട്ട് പറയും, മോനെ ദൈവം അനുഗ്രഹിക്കട്ടെ. സിസ്റ്റർ പോക്കറ്റിൽ കൈയിട്ടു. ഞാൻ വിചാരിച്ചു നന്നാകാൻ വേണ്ടിയുള്ള മരുന്ന് എന്തെങ്കിലും ആയിരിക്കും എന്ന്. ഒരു കൊന്ത എടുത്തു ചെല്ലും, ഇത് നീ ചൊല്ലിയാ മതി, നീ ചൊല്ലിയാ ദൈവം നിന്നെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുപോയിക്കൊള്ളുമെന്ന്. ഞാൻ ഈ കൊന്ത ചെല്ലുന്നതല്ലാതെ എന്റെ ജീവിതത്തിൽ സമാധാനമില്ല. കാരണം കൊന്ത പൊട്ടിയാലേ ഞാൻ മാനസാന്തരപ്പെടുത്തുള്ളൂ എന്ന് അത് ദൈവിക പദ്ധതിയായിരുന്നു. ഇത് ഉരുട്ടിക്കൊണ്ടിരുന്നിട്ട് യാതൊരു മാറ്റവും എന്റെ ജീവിതത്തിൽ ഉണ്ടായില്ല. പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് മലയാളമൊന്നും എനിക്ക് നന്നായിട്ട് എഴുതാനും വായിക്കാനൊന്നും അറിയില്ല. പക്ഷെ ഞാൻ തടവുകാരെ കൊണ്ട് ഞാൻ പലർക്കും ലെറ്ററുകൾ എഴുതിപ്പിച്ചു. എന്റെ ആ സമയത്താണ് ഞങ്ങളുടെ ഇടവകയിലെ ഷാജി അച്ഛൻ എന്ന് പറഞ്ഞ അച്ഛനും എന്റെ അമ്മ അടക്കമുള്ള ആൾക്കാർ മുഴുവനും കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ അകത്ത് വന്ന് വിസിറ്റിംഗ് ചെയ്തു പോയി. അതെന്നെ ഭയങ്കര മാനസികമായി പ്രയാസപ്പെടുത്തി. കാരണം എന്നെ കാണാൻ വന്നതല്ല, ജയിൽ കാണാൻ വന്നു. ആ ജയിൽ ഇവരിങ്ങനെ ഇത് ടൂറിസ്റ്റുകാർ വന്ന് വന്യമൃഗശാല കാണുന്നത് പോലെ വന്ന് എന്റെ കുടുംബക്കാരും ആ ഇടവകക്കാരൊക്കെ ജയിലിന്റെ അകത്ത് വന്ന് വിസിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ബ്ലോക്കിൽ നിന്ന് മാറി നിന്ന് ഇവരെ കാണുകയായിരുന്നു. അവരിൽ നിന്ന് കാണുവാൻ ഒന്നും തയ്യാറായില്ല. ഇതെന്നെ മാനസികമായി വളരെയധികം തകർത്തു. അതിനു മുമ്പ് തന്നെ ഈ അച്ഛന്മാർക്കും അറിയാവുന്ന സ്നേഹിതന്മാർക്കും എന്റെ വീട്ടുകാർക്കെല്ലാം പള്ളിയിലെ ഈ അച്ഛന്മാർ വരുമ്പോൾ അവരുടെ അഡ്രസ്സൊക്കെ ശേഖരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ എല്ലാവർക്കും തടവുകാരെ കൊണ്ട് ഞാൻ 16 വയസ്സിൽ ഒരു കുറ്റവാളിയായി ജയിലിൽ കയറിയതാണ്. ഇപ്പോഴും എന്നതുപോലെയാണ് അവസ്ഥ. എനിക്ക് നന്നായി ജീവിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഇവർക്കെല്ലാം കത്തുകൾ എഴുതുമായിരുന്നു. ആരും ഒരു ആശ്വാസ വാക്ക് പോലും എനിക്ക് എഴുതാറില്ലായിരുന്നു. ആ സമയത്ത് ഒരാശ്വാസ വാക്ക് പോലും എനിക്കൊരു മറുപടി കത്ത് എനിക്ക് ജയിലിൽ വരാറില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, അന്ന് ഞാൻ എല്ലാവർക്കും കത്തെഴുതിയപ്പോഴും ഒരാശ്വാസ വാക്ക് എനിക്ക് ആരും എഴുതിയില്ലെങ്കിലും എനിക്കിന്ന് വളരെ സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ എന്റെ സ്വർഗത്തിലേക്ക് ആമേൻ ഒരു കത്ത് അയച്ചു. ആ സ്വർഗത്തിലേക്ക് കത്ത് അയച്ചപ്പോൾ സ്വർഗം ആ കത്ത് കിട്ടുന്നതിന് മുമ്പ് തന്നെ മറുപടി അയച്ചു. എന്റെ പ്രാർത്ഥനയാകുന്ന കത്ത് സ്വർഗത്തിലേക്ക് വിട്ടു. ആ കത്തിന് ദൈവം എനിക്ക് മറുപടി തന്നു. ആ മറുപടിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് എന്റെ അനുഭവ സാക്ഷ്യം ഞാൻ ഷെയർ ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, എന്റെ ജീവിതം എന്റെ വീട്ടുകാരെല്ലാം അവിടെ വന്നു കഴിഞ്ഞപ്പോൾ പോയപ്പോൾ മാനസികമായി ഞാൻ ആകെ തകർന്നു. അന്നേരം ഞാൻ ഒരു തീരുമാനമെടുത്തു, ഇനി എനിക്കൊരു ജീവിതം വേണ്ട. കാരണം ഈ ഭൂമിയിൽ എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എനിക്ക് സ്നേഹിക്കാനും ആരുമില്ല. ഇനി ഇങ്ങനെ ഒരു ജീവിതം എനിക്ക് വേണ്ട. എന്റെ ജീവിതം ഞാൻ അവസാനിപ്പിച്ചേക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. ജീവിതം ആത്മഹത്യ ചെയ്തേക്കാമെന്ന് ഒരു ചിന്ത എന്നെ വേട്ടയാടി. ജീവിതത്തിൽ സ്വസ്ഥതയില്ല, സ്നേഹിക്കാൻ ആരുമില്ല, എല്ലാവരാലും വെറുക്കപ്പെട്ടവനായി ഇങ്ങനെ ഒരു ജീവിതം ഇനി ഞാൻ നയിക്കുന്നില്ല. വേണ്ട, നന്നാകാൻ ഏതായാലും പറ്റിയില്ല, മരിച്ചേക്കാമെന്ന് പറഞ്ഞു. ആ സമയത്തും സുവിശേഷകർ എൻ്റെ അടുത്ത് വരും, ഞാൻ അവരെ അംഗീകരിക്കുകയില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും മരിക്കണം. ജയിലിന്റെ അകത്ത് ഉദ്യോഗസ്ഥന്മാരോട് മെക്കിട്ട് കയറും, എങ്ങനെയെങ്കിലും ഇവർ തല്ലിക്കൊന്നോട്ടെന്ന് പറഞ്ഞ് അവരടിക്കത്തില്ല. തടവുകാരായിട്ട് വെറുതെ ഉടക്കുണ്ടാക്കും. അങ്ങനെ ആരെങ്കിലും എന്നെ അടിച്ചു കൊന്നോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ ഒരു തടവുകാരനായിട്ട് ഉടക്കുണ്ടാക്കി അദ്ദേഹത്തിന് അടിച്ച് അദ്ദേഹത്തിന് സീരിയസ് ആയി കണ്ണൂർ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തിന് അഡ്മിറ്റ് ആക്കി. അങ്ങനെ അഡ്മിറ്റ് ചെയ്തപ്പോൾ എനിക്കൊരു പണിഷ്മെന്റ് ജയിലധികാരികൾ തന്നു. എന്ന് പറഞ്ഞാൽ ജയിലിന്റെ അകത്തൊരു ജയിലുണ്ട്, CP ബ്ലോക്ക് എന്ന് പറയും, അല്ലെങ്കിൽ പണിഷ്മെന്റ് ബ്ലോക്ക് എന്ന് പറയും. അല്ലെങ്കിൽ കൂടുതൽ മാനസിക രോഗികളെ കൊണ്ടുപോയി ലോക്കപ്പിൽ ഇടുന്ന ബ്ലോക്കാണ്, പണിഷ്മെന്റ് ബ്ലോക്കാണ്. അപ്പം ശിക്ഷകൾ കൂടുതൽ കഠിന ശിക്ഷയ്ക്കൊക്കെ വിധിച്ചവരെ അതിന്റെ അകത്താണ് ഇട്ടിരിക്കുന്നത്. അപ്പം അതിന്റെ അകത്ത് പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ ബാക്കിയെല്ലാം ഒരു നീളത്തിൽ കിടക്കുന്ന ഒരു ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റ് പോലെ ഇങ്ങനെ നീളത്തിൽ കിടക്കുക, അത് 3ആയി തിരിക്കും. അങ്ങനെ ഒരു ബ്ലോക്കിൽ ഏകദേശം 150-ലധികം ആൾക്കാർ അതിന്റെ അകത്ത് കിടക്കും. അങ്ങനെ 10ഓളം ബ്ലോക്ക് ഉണ്ട്. അതിന്റെ മധ്യഭാഗത്തായിട്ട് CP ബ്ലോക്ക്, പണിഷ്മെന്റ് ബ്ലോക്ക്. ബാക്കിയെല്ലാം 5 മണിക്ക് ഓപ്പൺ ചെയ്യും, വൈകുന്നേരം 5 മണിക്ക് അടയ്ക്കത്തുള്ളൂ. അതുവരെ അതിന്റെ അകത്തുള്ള പണിയും കാര്യങ്ങളും മറ്റു സ്വാതന്ത്ര്യമായിട്ട് നടക്കാനുള്ള സ്വാതന്ത്ര്യം. പക്ഷേ CP ബ്ലോക്ക് എന്ന് പറയുന്ന പണിഷ്മെന്റ് ബ്ലോക്കിന് അതിന്റെ അകത്ത് ജയിലിനൊരു മതിൽക്കെട്ട്, അതിന്റെ അകത്ത് സെപ്പറേറ്റ് ഒരു മതിൽക്കെട്ട്, സെപ്പറേറ്റ് ഒരു ഗേറ്റ്, സെപ്പറേറ്റ് അതിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഓരോ സെല്ലുകളാണ്. വളരെ ക്രൂരമായ ആ വ്യക്തിയാണെങ്കിൽ ഒറ്റയ്ക്ക് ഒരു സെല്ലിന്റെ അകത്തിട്ട് അവനെ തനിയെ പൂട്ടിയിടും. അവന് സ്വാതന്ത്ര്യമില്ല, അവന് പുറത്തു പോകാൻ പറ്റത്തില്ല, അവനെ അങ്ങനെ യാതൊരു സ്വാതന്ത്ര്യവുമില്ല. അത്രയും വലിയ കുഴപ്പക്കാരനല്ല, ഒരു ക്രിമിനൽ ആണെങ്കിൽ 2 പേരെ ഒന്നിച്ചിടും. ഒരു സെല്ലിൽ ഒന്നെങ്കിൽ ഒരാളെ അല്ലെങ്കിൽ 2 പേരെ, അതിൽ കൂടുതൽ അതിന്റെ അകത്ത് ഇടത്തേയില്ല. ഇവിടെ തുറന്നു വിടത്തില്ല. ആഹാരം കഴിക്കാൻ മാത്രം ഒന്ന് സെല്ല് തുറക്കും, അത് കൊടുക്കും, പിന്നെ ബാത്റൂമിൽ പോകാം. ഇതിന്റെ അപ്പുറത്തേക്ക് അവരെ തുറന്ന് ആ ഒരു മുറിക്കകത്ത് എപ്പോഴും പൂട്ടിയിടുകയാണ്. പണിഷ്മെന്റ് കൊടുക്കുന്നതാണ് ആ സെൽ എന്ന് പറയുന്നത്. ജയിലിന്റെ അകത്തെ ജയിൽ എന്ന് പറയും. പുറത്തെ ജയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ലോക്കപ്പായാലും അതിന്റെ അകത്ത് പാടാൻ വേണമെങ്കിൽ പരീക്ഷിക്കപ്പെടാത്തവര് ഫ്ലൈറ്റ് ഒക്കെ അടിച്ച് സിനിമാ പാട്ടുകളൊക്കെ പാടും, ക്യാരംസ് കളിക്കും. അങ്ങനെ പല നിലയിൽ അവർ പല കളികളും അതിന്റെ അകത്ത് രാത്രി ഇരുന്ന് കളിക്കും. 9:30 കഴിയുമ്പോഴത്തേക്ക് വന്ന് ഉദ്യോഗസ്ഥന്മാർ കിടക്കാൻ പറയുമ്പോൾ കടന്നോണം. ഉറക്കം വരുന്നില്ലേലും എഴുന്നേറ്റിരിക്കാൻ പറ്റത്തില്ല, കടന്നോണം. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കളിയില്ല, മിണ്ടാൻ പറ്റത്തില്ല, വർത്താനം പറയാൻ ആരുമില്ല. അങ്ങനെ ഒരു സ്വാതന്ത്ര്യമില്ലാത്ത ഒരു പണിഷ്മെന്റ് ബ്ലോക്കിലേക്ക് എന്നെ കൊണ്ടുപോയി. 3 ദിവസം എന്നെ ആ ഒരു മുറിക്കകത്ത് വെള്ളമൊഴിച്ച് പൂട്ടി ചെയ്തു. കാരണം ഞാനൊരു തടവുകാരനെ മർദ്ദിച്ചല്ലോ. 3 ദിവസം
ദിവസം ഒരു മുറിക്കകത്ത് തന്നെ വെള്ളം ഒഴിച്ച് പൂട്ടിയിട്ടു. വെള്ളം ഒഴിച്ചെന്ന് പറഞ്ഞാൽ കഴുത്ത് വരെ വെള്ളമല്ല, നമ്മുടെ ഉപ്പൂറ്റി നനയാനുള്ള വെള്ളമേ കാണുള്ളൂ. പക്ഷെ നമുക്ക് ഇരിക്കാനോ കിടക്കാനോ ഒന്നും പറ്റത്തില്ല. ഒരു പണിഷ്മെന്റ്, എന്നെ പൂട്ടിയിട്ടു. ആ സമയത്ത് ഞങ്ങൾക്കറിയാം, അത് കൂടുതലും മാനസിക രോഗികളുടെ ഒരു സെല്ലാണ്. ഞങ്ങൾക്ക് ജയിലിന്റെ അകത്ത് കൂടുതലും വീടിയും സിഗരറ്റും അതുപോലെ മയക്കുമരുന്ന് ലഹരി പദാർത്ഥങ്ങളൊക്കെ പുറത്ത് കിട്ടുന്നതിനെ കഴിഞ്ഞും കൂടുതൽ ഞങ്ങൾക്ക് അതിന്റെ അകത്ത് കിട്ടുമായിരുന്നു. ആ സാഹചര്യത്തിൽ ഞങ്ങൾ വീട് കൊടുത്ത് ഈ ലഹരി ഉപയോഗിക്കുന്നവരുടെ കയ്യിൽ, ഈ മാനസിക രോഗികളുടെ കയ്യിൽ നിന്നും നെട്രവേറ്റ്, ഡാർജറ്റ് പോലെയുള്ള ഗുളികകൾ ഞങ്ങൾ ശേഖരിച്ചു വെക്കുമായിരുന്നു. കാരണം ലഹരി മയക്കുമരുന്ന് ലഭിക്കാത്ത സാഹചര്യം വരുമ്പോൾ ഞങ്ങൾ ഇതൊഴിക്കും. അത് മാത്രമല്ല, ഞങ്ങൾ ഒന്നും കിട്ടിയില്ലെങ്കിലും ഞങ്ങൾ ഒരു തേളിനെ കണ്ടുകഴിഞ്ഞ് ഞങ്ങൾ വിടത്തില്ല. കാരണം ഒരു തേളിനെ തല്ലിക്കൊന്ന് അതിന്റെ ഏറ്റവും പുറകിലുള്ള വിഷം, ഒരു ബോൾ പോലെ ഇരിക്കുന്ന ആ വിഷത്തിന്റെ സാധനം ഒടിച്ചെടുത്തുകൊണ്ട് ഒരു പ്ലേറ്റിന്റെ അകത്തേക്ക് വെച്ച് അടിയിൽ ഒരു പേപ്പർ കത്തിച്ച് ചൂടാക്കും. അത് എടുത്തു കഴിയുമ്പോൾ പിന്നെ പപ്പടം പൊടിയുന്ന പോലെ പൊടിയും. അത് പൊടിച്ച് വീടിക്കകത്തിട്ട് വിളിക്കുമായിരുന്നു. കാരണം അത്രയും ലഹരിക്കടിമയായിരുന്നു പ്രിയപ്പെട്ടവരെ. എന്നെ ഈ 3 ദിവസം ഈ പണിഷ്മെന്റ് ബ്ലോക്കിൽ ഇട്ടപ്പോൾ ഞാൻ അവിടെ മരിക്കണമെന്നുള്ളൊരു ചിന്തയായിരുന്നു പ്രിയപ്പെട്ടവരെ. ആദ്യം ഞാൻ ഈ നെട്രവേറ്റിന്റെ ഗുളിക ഏകദേശം 27 ഗുളികകൾ ഞാൻ അവിടുന്ന് ശേഖരിച്ചത് എന്റെ കയ്യിലുണ്ടായിരുന്നു. അത് മാനസിക രോഗികൾക്ക് കൊടുക്കാൻ വേണ്ടി അവർക്ക് വീഡിയോ കൊടുക്കും, ഈ ഗുളിക അങ്ങോട്ട് വാങ്ങും. ആ ഗുളിക അന്ന് രാത്രിയിൽ ഞാൻ തീരുമാനിച്ചു മരിക്കാമെന്ന് ചിന്തിച്ച്. കാരണം ഇതില് മെഡിസിനിൽ ജോലി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ആ ഗുളികയുടെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന്. കാരണം ഒരു ഡോക്ടർ മാനസിക രോഗികൾക്ക് ഉറങ്ങാൻ കൊടുക്കുന്ന ഗുളികയാണ്, ഭയങ്കര ഹൈ ഡോസ് ആണ്. അപ്പൊ ലഹരി കിട്ടാത്തവർ ഇത് ഉപയോഗിക്കാറുണ്ട്. ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അന്ന് സ്ഥിരമായിട്ട് നന്നായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒരു ഗുളിക കഴിച്ചാൽ എങ്ങനെ പോയാലും ഒരു 12 മണിക്കൂറൊക്കെ സുഖമായിട്ട് മൈൻഡ് മാറി ഉറങ്ങും. ഇത് ഉപയോഗിക്കാത്തവരാണെങ്കിൽ പകുതി കഴിച്ചാൽ ചിലപ്പം ഒരു 6-7 മണിക്കൂറൊക്കെ ചിലപ്പോൾ ഉറങ്ങാൻ സാധ്യതയുണ്ട്, മൈൻഡ് മാറി ഉറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ 27 ഗുളിക അന്ന് രാത്രിയിൽ എന്തിനാ ഞാൻ ഇതിൻ്റെ അകത്ത് കിടക്കുന്ന, മരിച്ചേക്കാം, മരണം മാത്രമാണ് ഞാൻ മുമ്പിൽ കണ്ടത്, മരിക്കുക വേറൊരു മാർഗവുമില്ല. 27 ഗുളിക ഞാൻ കഴിച്ചു. ഞാൻ രാത്രിയിൽ കഴിച്ചിട്ട് കണ്ണു അടച്ചു കിടന്നു. ഞാൻ മരിക്കുമായിരിക്കും എന്ന് വിചാരിച്ചു. നേരം വെളുക്കുമ്പോൾ മരിച്ചോളും, എന്റെ ബോഡി ഇവർ അടക്കിക്കോളും എന്നൊക്കെ ചിന്തയിൽ ഞാൻ കിടന്നു. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഞാൻ നേരം വെളുത്ത് കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഞാൻ മരിച്ചില്ല. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. കാരണം മരിച്ചില്ലെങ്കിൽ പോലും ഒരു 3-4 ദിവസമെങ്കിലും ബോധമില്ലാതെയെങ്കിലും കിടക്കേണ്ടവനാണ്. പക്ഷെ മരിക്കാൻ പറ്റില്ല. ഞാൻ വിചാരിച്ചു മരിക്കാൻ പറ്റത്തില്ലല്ലോ, മരിക്കാൻ പോലും കഴിയുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു. പിറ്റേ ദിവസം ഒരു ബ്ലൈഡ്, അതിന്റെ കഷ്ണം പിറ്റേ ദിവസം രാത്രിയിൽ പീസാക്കി ഞാൻ ഒടിച്ചിട്ട് ഈ ബ്ലൈഡിന്റെ കഷ്ണങ്ങൾ മുഴുവനും ഞാൻ അങ്ങ് വിഴുങ്ങി. എന്റെ ചിന്ത, കുടല് മുറിഞ്ഞ് എങ്ങനെയെങ്കിലും മരിച്ചോളൂ എന്ന് വിചാരിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ വിശ്വാസത്തില് വന്നതിന് ശേഷം പുറത്തിറങ്ങിയപ്പം അന്ന് മരിക്കണം എന്ന് വിചാരിച്ചു. പിന്നെ കർത്താവിനെ അറിഞ്ഞപ്പോൾ ജീവിക്കണം എന്നായി. ഒരു വിശ്വാസിയായിരിക്കുന്ന ഒരു ഡോക്ടറെ അടുത്ത് നിന്ന് പരിശോധിച്ചു. പരിശോധിച്ച് ഞാൻ പറഞ്ഞു, ഇതിന്റെ അകത്ത് വല്ലതും ഉണ്ടോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഉണ്ടായിരുന്നെങ്കിൽ പണ്ടേ ഇൻഫെക്ഷനായി താങ്കൾക്ക് മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരാൻ, അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് എവിടെ പോയി എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും കർത്താവ് എന്നെ രക്ഷിപ്പാൻ തക്കവണ്ണം ഇടയായി തുറന്നു. ഇത് കഴിച്ച് നേരം വെളുത്ത് കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഞാൻ മരിച്ചില്ല. അങ്ങനെ 2 ആത്മഹത്യ അവിടെ പരിചയപ്പെട്ടു. മൂന്നാമത്തെ ഈ 2 ആത്മഹത്യയുടെ കാര്യം പറഞ്ഞതും എനിക്കും എന്റെ ദൈവത്തിനും മാത്രമേ അറിയുള്ളൂ. മൂന്നാമത് ഞാൻ പറയുന്ന എന്റെ ആത്മഹത്യയുടെ സംഭവം, മനോരമ, മാതൃഭൂമി, മുഴുവൻ മാധ്യമങ്ങളിലും എന്നെ സെൻട്രൽ ജയിലിൽ എന്നെ ബിനു എന്നാണ് വിളിക്കുന്നത്. എന്റെ പേര് ബിനു അല്ല, ബിദുമോൻ ജോസഫ് എന്നാണ്. അപ്പോൾ മുഴുവൻ പത്രങ്ങളിലും വന്നൊരു വാർത്തയാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിലെ തടവുകാരൻ ആത്മഹത്യ ചെയ്തൊരു വാർത്ത മുഴുവൻ മാധ്യമങ്ങളിലും വന്നൊരു സംഭവമാണ്. അതുകൊണ്ട് അതിന് സാക്ഷി വാർത്തകളും എന്റെ കയ്യിലുണ്ട് അതിന്റെ. ഇപ്പൊ ഞാൻ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തത് 1999 ആഗസ്റ്റ് 14 തീയതി കണ്ണൂർ സെൻട്രൽ ജയിലില് ഒരു തടവുകാരനായി കിടക്കുമ്പോൾ, പണിഷ്മെന്റ് ബ്ലോക്കിൽ കിടക്കുമ്പോൾ, ഈ ഉച്ച സമയത്ത് ചോറ് കൊടുക്കുന്ന സമയത്ത് ഒരു അല്പസമയം ഇത് തുറന്നു വെക്കും ചോറ് വാങ്ങാൻ വേണ്ടി. അപ്പൊ ആ സമയത്ത് ചോറ് വാങ്ങിയില്ലെങ്കിൽ ആർക്കും പിന്നെ ചോറ് കിട്ടത്തില്ല. അപ്പൊ ആ സമയത്ത് എല്ലാവരും ചോറ് വാങ്ങാൻ നിൽക്കും. ഞാൻ എന്ത് ചെയ്തു, ആ സമയത്ത് ചെറിയൊരു ഗ്യാപ്പേ ഉള്ളൂ, ഉടനെ തന്നെ അടയ്ക്കും. ചോറ് വാങ്ങി അകത്ത് കയറിക്കോളും. ഞാൻ ആ ഗ്യാപ്പിന് ഒരു ബ്ലേഡിന്റെ കഷ്ണവുമായിട്ട് ഞാൻ ബാത്റൂമിലേക്ക് പോയി. ജീവിക്കണ്ട, എന്നെ സ്നേഹിക്കാൻ, ഇത്രയാണ് എന്റെ മൈൻഡ്. എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എനിക്ക് സ്നേഹിക്കാനും ഈ ഭൂമിയിൽ ആരുമില്ല. പ്രിയപ്പെട്ടവരെ, ഞാന് ബാത്റൂം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ കെട്ടിടമാണ്, സൈഡിൽ ഭിത്തിയാണ്, പിന്നെ ചെറിയ ചെറിയ കള്ളി പോലെ തിരിച്ച ഡോറില്ല. നമ്മുടെ ഒരു അരയുടെ മുകളിലേക്ക് കട്ടകൾ പൊക്കി വെച്ചിട്ടില്ല, മേൽക്കൂരയുണ്ട്, ഒരു സൈഡ് ഭിത്തി, അങ്ങനെ നീളത്തിലിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഡോറൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നതുകൊണ്ടാണ് അത് ജയിലിൽ അങ്ങനെ ഓപ്പൺ ആയി വെച്ചിരിക്കുന്നത്. ഞാൻ മരിക്കാൻ വേണ്ടി ഒരു പ്ലാനുമായിട്ട്, ഒരു ബക്കറ്റ് വെള്ളവുമായിട്ട്, ഞാൻ ബ്ലേഡുമായിട്ട് എന്റെ ബാത്റൂമിലേക്ക് ഞാൻ കടന്നുപോയി. ഞാൻ അവിടെ ചെന്നിരുന്നു. ആ ബ്ലേഡ് എടുത്തു, ഞാൻ എന്റെ കൈയുടെ ഞരമ്പ് ഞാൻ മുറിച്ചു. എന്തിനാ ജീവിക്കുന്ന, ഈ ഭൂമിയിൽ ആരും എന്നെ സ്നേഹിക്കാനില്ല. ഞാൻ ഒന്ന് മുറിച്ചു.
ഞരമ്പ് മുറിഞ്ഞില്ല, 2 മുറിച്ചു, മുറിഞ്ഞില്ല. ഇപ്പോൾ എന്റെ കയ്യേല് നിങ്ങൾ കാണാൻ പറ്റുമോ എന്നറിയില്ല, ഞാൻ കാണിച്ചു തരാം. ഇത് ഇവിടെ 22 മുറിവിന് മുകളിൽ ഇപ്പോഴും ആ പാടുകള് മായാതെ കിടപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, 22 മുറിവ് ഞാനിങ്ങനെ കുനുകുനാന്ന് പറഞ്ഞു എനിക്ക് മരിക്കണം മരിക്കണം എന്ന് പറഞ്ഞ കുനുകുനാന്ന് പറഞ്ഞ് മുറിച്ച് ഞാൻ വെള്ളത്തിലേക്ക് കൈവച്ചു. ആ വെള്ളത്തിലേക്ക് കൈവച്ചപ്പോൾ ആ വെള്ളം ഫുള്ളായതുകൊണ്ട് ആ വെള്ളത്തിന്റെ മുകളിൽ കൂടെ ബ്ലഡ് ഒഴുകി പുറത്തേക്ക് ഇങ്ങനെ പൊക്കോണ്ടിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു തടവുകാരന് ആ ബാത്റൂമിൽ വന്നു. ഞാൻ ആരും വരില്ലെന്ന് വിചാരിച്ചോണ്ടാ അദ്ദേഹം അത് കണ്ടു, ബ്ലഡ് ഒഴുകുന്ന കണ്ട് ഓടിപ്പോയി ഉദ്യോഗസ്ഥന്മാരെടുത്ത് പറഞ്ഞു. ഉദ്യോഗസ്ഥന്മാരെ ഞാൻ നോക്കുമ്പോ ഷൂ ഇട്ട് അവർ ഓടി വരുന്നു. അവര് വടിയൊക്കെയും ഷൂ ഒക്കെ ആയിട്ട് പടപടാന്ന് പറഞ്ഞ് ഓടി വരുന്ന ശബ്ദം കേട്ടപ്പോൾ ഞാൻ ബാത്റൂമിൽ നിന്ന് എഴുന്നേറ്റു. ഈ സൈഡ് ബാത്റൂം, ഇപ്പുറ സൈഡ് ഭിത്തി. അവർക്ക് പുറകിലേക്ക് പോകാൻ പറ്റത്തില്ല. മുമ്പിൽ വന്നു നിന്നു. ഞാൻ ഈ ബ്ലേഡ് കഷ്ണം ഇങ്ങനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ അടുക്കലേക്ക് വരരുത്, എന്നെ വന്നാൽ ഞാൻ ഈ ബ്ലേഡ് കൊണ്ട് ഞാൻ നിങ്ങളെ മുറിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറയുന്നുണ്ട്, ബിനുവേ നീ ബ്ലേഡ് താഴെയിട്. അപ്പൊ ബ്ലഡ് ഇങ്ങനെ കൈ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുക. നിനക്ക് ഇവിടുന്ന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, ഉദ്യോഗസ്ഥന്മാര് വാർഡന്മാര് പറയാ, നിനക്ക് എന്തെങ്കിലും പറ്റിയാൽ ഞങ്ങൾ സമാധാനം പറയണം, ഞങ്ങളുടെ ജോലി പോകും, ഞങ്ങൾക്ക് കുടുംബമുള്ളതാ, ഞങ്ങൾക്ക് മക്കളുള്ളതാ, ഞങ്ങൾ ജീവിക്കാൻ വേണ്ടിയാണ് ഈ ജോലി ചെയ്യുന്നത്, നീ ബ്ലേഡ് താഴെ ഇടൂ, നിനക്ക് എന്ത് സംഭവിച്ചാലും ഞങ്ങൾ കോടതിയിൽ നിനക്ക് സമാധാനം പറയേണ്ടി വരുമെന്നും പറഞ്ഞ് അവരെ പറയുന്നുണ്ട്. ഞാൻ പറയില്ല, എന്റെ അടുക്കൽ വന്നാൽ ഞാൻ മുറിക്കും. ഞാൻ അവരോട് പറഞ്ഞു, ഈ ഭൂമിയിൽ ആരും ഇല്ലാത്തവനാണ് ഞാൻ, അതുകൊണ്ട് എന്റെ ജീവൻ പോകാതെ നിങ്ങൾ എന്റെ ശരീരത്തിൽ തൊടരുത്, തൊട്ടാൽ ഞാൻ ഇത് മുറിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്റെ ശരീരം മുഴുവനും ബ്ലഡ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ. ഞാൻ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ തല പതുക്കെ കറങ്ങാൻ തുടങ്ങി. ഞാന് തല കറങ്ങി, ഞാൻ താഴെ വീണു. തല കറങ്ങി താഴെ വീണ എന്നെ ഉദ്യോഗസ്ഥന്മാരെടുത്ത് ഉടനെ ആംബുലൻസിൽ കയറ്റി ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോയി. ജില്ലാ ആശുപത്രി കൊണ്ടുപോയി ഞാൻ അവിടെ കടന്നു. കയ്യേല് കുറെ കെട്ടൊക്കെയായി. ആമേൻ. ബോധമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിന്നെ ദൈവം രക്ഷിച്ചാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു വാർത്ത സത്യമായിരുന്നു. ആ ഡോക്ടർ ആരെന്ന് എനിക്കറിയത്തില്ല. ശരിയായിരുന്നു, എന്നെ ദൈവം രക്ഷിച്ചതായിരുന്നു. എന്നെ കയ്യില് ഇവിടുന്ന് ഒരു വലിയ കെട്ടൊക്കെയായി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീണ്ടും പണിഷ്മെന്റ് ബ്ലോക്കിൽ ഇട്ടില്ല അവര്. എന്നെ 1-ാം ബ്ലോക്ക് എന്ന് പറയുന്ന ബ്ലോക്കിലേക്ക് എന്നെ കൊണ്ടുപോയി ഇട്ടു. ഞാൻ അത് പണിഷ്മെന്റ് ബ്ലോക്ക് അല്ല, ഞാൻ അതിൻ്റെ അകത്ത് പോയി കിടക്കുകയാണ്. ഞാൻ അതിൻ്റെ അകത്ത് കിടക്കുന്ന സമയത്തും ഞാന് ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ദൈവമേ, ഒന്ന് ആത്മഹത്യ പോലും ചെയ്തിട്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് മരിക്കാൻ പോലും കഴിയാത്തത്രയും ഭാവിയായി പോയല്ലോ ഞാൻ. മരണത്തിന് പോലും എന്നെ വേണ്ടല്ലോ, അത്രയും വെറുക്കപ്പെട്ടൊരു ജീവിതമാണോ എന്റെ ജീവിതം എന്ന് തോന്നി. ഞാൻ വളരെ നിരാശനായി. പ്രിയപ്പെട്ടവരെ, ആ ഒരു സമയത്തെ വേദന ആരോടും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. കാരണം ജീവിതത്തിൽ സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ 3 പ്രാവശ്യം ആത്മഹത്യ ചെയ്ത് ആത്മഹത്യ പരാജയപ്പെട്ടു. മരണത്തിന് പോലും എന്നെ വേണ്ടാത്തൊരവസ്ഥ. പക്ഷെ ആരെല്ലാം തള്ളിയാലും, ആരെല്ലാം ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്തൊരു ദൈവമുണ്ട് എന്ന് ഞാൻ അറിയാൻ വൈകിപ്പോയി. എന്നെ മരണത്തിലേക്ക് തള്ളിവിടാഞ്ഞത്, എന്നെ ആത്മഹത്യ ചെയ്തിട്ട് എന്റെ ജീവൻ എന്റെ സ്വർഗത്തിലെ ദൈവം എടുക്കാതെ എന്നെ നിർത്തിയത്, എന്റെ സ്വർഗത്തിലെ ദൈവം മുന്നമേ കണ്ടു. ഞാൻ ഇന്ന് നിങ്ങളോട് എന്റെ അനുഭവ സാക്ഷ്യം പറയണമെന്ന്. പാട്ടുകാരൻ പറയുന്നില്ലേ, അന്ന് ഞാൻ മരിച്ചു പോയായിരുന്നെങ്കിൽ ഞാൻ നരകത്തിൽ എത്തിപ്പെട്ടേനെ, എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷെ യേശു എന്നെ മരണത്തിലേക്ക് തള്ളിവിടാൻ അനുവദിച്ചില്ല. എന്നിട്ട് ഞാൻ യേശുവിന്റെ സ്നേഹം അറിയാതെ പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ, നേരത്തെ യേശുവിനെ അറിയാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഇപ്പോഴും സങ്കടമുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ബ്ലോക്കില് എന്നോട് സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്ന ദാസൻ എന്ന് പറഞ്ഞ സഹോദരൻ, ഞാൻ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത്, ബ്ലോക്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വലത്ത് കൈ കൊണ്ട് എന്നെ തടഞ്ഞു നിർത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു, പ്ലീസ് ബിനു, ഒരു കാര്യം ഞാൻ നിന്നോട് ചോദിക്കട്ടെ എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ചോദിച്ചോളാൻ പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ചോദിച്ചു ഇത്രയുമാണ്, നീ ജയിലിന്റെ അകത്തെ പള്ളിയിൽ എല്ലാ ഞായറാഴ്ചയും കത്തോലിക്ക പള്ളിയിൽ നീ പോകുന്നുണ്ടല്ലോ, നിന്റെ ജീവിതത്തിൽ നിനക്ക് സമാധാനം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പെട്ടെന്ന് എടുത്ത വായിക്ക് ഞാൻ പറഞ്ഞു, എന്റെ ജീവിതത്തിൽ എനിക്ക് സമാധാനം ഉണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ മറുപടി നിങ്ങളോട് പറയാൻ പറ്റത്തില്ല, അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്, സമാധാനം എനിക്കില്ലെന്ന് എനിക്കറിയാം എന്നും പറഞ്ഞ് അദ്ദേഹത്തെ വളരെ മോശമായ നിലയിൽ സംസാരിച്ചു. പക്ഷെ അദ്ദേഹം അതൊന്നും കൂട്ടാക്കാതെ, അദ്ദേഹം എന്റെ വാക്കുകൾ കേൾക്കാതെ അദ്ദേഹം എന്നോട് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ബിനുവേ, നിനക്ക് സമാധാനമില്ല, നിനക്ക് സമാധാനം ഉണ്ടായിരുന്നെങ്കിൽ നീ എന്തിന് പുകവലിക്കുന്നു? ഇല്ല ബിനു, നിനക്ക് സമാധാനം ഇല്ല, ഉണ്ടായിരുന്നെങ്കിൽ നീ എന്തിന് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു? ബിനു, നിനക്ക് സമാധാനം ഇല്ല,
ഉണ്ടായിരുന്നെങ്കിൽ നീ കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കില്ലായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ആ വാക്കുകൾക്ക് എനിക്ക് മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ല. ബാക്കി എന്ത് പറഞ്ഞാലും ഞാൻ മറുപടി കൊടുക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ എനിക്ക് മറുപടി കൊടുക്കാൻ പറ്റില്ല. ഞാൻ അവിടെ അല്പസമയം ഷോക്കായി പോയതുപോലെ, എനിക്ക് സമാധാനമില്ല ഇല്ല എന്നുള്ള വാക്കുകൾ എന്റെ ഹൃദയത്തിലേക്ക് ആഞ്ഞടിക്കുന്നത് പോലെ പോയി. അന്ന് രാത്രിയിൽ ഞാൻ ഓഡിയോ ബ്ലോക്കിലേക്ക് പോയി. അന്ന് രാത്രി കിടന്നിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ആമേൻ, നിനക്ക് സമാധാനമില്ല, സമാധാനമില്ല, സമാധാനമില്ല എന്നുള്ള ഈ ശബ്ദം എന്റെ ഹൃദയത്തിലേക്ക് ആഞ്ഞടിച്ചുകൊണ്ടിരുന്നു. പിറ്റേ ദിവസം ഈ സഹോദരൻ എന്റെ ബ്ലോക്കിലേക്ക് കടന്നു വന്നിട്ട്, ഈ ദാസൻ എന്ന് പറഞ്ഞ പേരുള്ള ഒരു കള്ളനാട്ട് കേസ് പ്രതിയായിരുന്നു. അദ്ദേഹം യേശുവിനെ അറിഞ്ഞൊരു പൈതല. ഇതിന്റെ അകത്ത് ആരും പുറത്തുനിന്ന് യേശുവിനെ അറിഞ്ഞവരല്ല, എല്ലാവരും ജയിലിന്റെ അകത്തുനിന്ന് മാനസാന്തരപ്പെട്ടവരാണ്. അപ്പോൾ അദ്ദേഹം എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ബിനു, ഞാൻ ഒരു കാര്യം പറയട്ടെ. അപ്പോൾ ഞാൻ ശാന്തനായിരുന്നു. നിന്നോട് ഞാൻ ഒരു കാര്യം പറയാം. ഞങ്ങള് ഒത്തിരി ആൾക്കാരൊന്നുമില്ല. ഞങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന കുറച്ചു പേര് മാത്രം കൂടുന്ന ഒരു പ്രയർ സെല്ല് ഇവിടെ ഉണ്ട്. എല്ലാ ദിവസവും ഞങ്ങള് 4:30 മുതല് ചിലപ്പോൾ 4 മണി മുതലൊക്കെ 5 മണി വരെ ഇരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും, ലോക്കപ്പെട്ട് ടൈം വരെ. നിങ്ങൾ ഈ പോകുന്ന കത്തോലിക്ക പള്ളിയിൽ, ജയിലിന്റെ അകത്തുള്ള കത്തോലിക്ക പള്ളിയിൽ പോകുമ്പോൾ കൂടുന്ന അത്ര ആൾക്കാരൊന്നുമില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്നൊരൊറ്റ ദിവസം മാത്രം, ഇനി നിന്നെ ഞങ്ങൾ ബുദ്ധിമുട്ടിക്കത്തില്ല. ഒരുപാട് നാൾ ഞങ്ങൾ നിന്നെ വിളിച്ചു, നീ വന്നില്ല. ഇന്നൊരൊറ്റ ദിവസം മാത്രം നീ ഒന്ന് ആ കൂട്ടായ്മയിൽ വരിക, ഇനി നിന്നെ ഞങ്ങൾ ബുദ്ധിമുട്ടിക്കുകയില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരു പ്രവചനം പോലെ, ബിനുവേ, യേശുവിന് നിന്നെ വേണം. നിന്റെ ജീവൻ നഷ്ടമായി പോകാനുള്ളതല്ല, നിന്റെ ജീവന് വിലയുണ്ട് ബിനു. യേശുവിന് നിന്നെ വേണം. യേശുവിന് നീ ഒരു ശുശ്രൂഷക്കാരനായിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പനും അമ്മയും മറന്നാലും മറക്കാത്ത ഒരു യേശു നിന്നെ വിളിക്കുന്നു ബിനു എന്നും പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ട് അവസാനം അദ്ദേഹം പറഞ്ഞു, ഈ കൂട്ടായ്മയിലൂടെ രക്ഷയുടെ മാർഗത്തിലേക്ക് പോയവരാണ് അക്ബർ അലി, ഗോപകുമാർ, സുരേഷ്, അല്ലെങ്കിൽ പോളച്ചൻ. ഇവരെല്ലാം ഈ കൂട്ടായ്മയിലൂടെ യേശു ക്രിസ്തു രക്ഷിച്ചവരാണ്. അവരുടെ ഒരു സാക്ഷ്യവും പറഞ്ഞ് അവരെല്ലാം ഇന്ന് കർത്താവിന് വേണ്ടി നിൽക്കുകയാണ്, അവരെ കുടുംബമായി ജീവിക്കുകയാണ്. അവരെല്ലാം ഈ കൂട്ടായ്മയിലൂടെ പോയവരാണ്. ബിനു, ഒറ്റ ദിവസം നീ ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് വാ എന്ന് പറഞ്ഞ് അദ്ദേഹം നിർബന്ധിച്ചപ്പോൾ ഞാനും ചിന്തിച്ചു, ഒരു ദിവസം ഏതായാലും പോയേക്കാം. ഈ ഒരു ദിവസം കൊണ്ട് ഇവരുടെ ശല്യം ഒന്ന് ഒഴിവാകുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ആ കൂട്ടായ്മയിലേക്ക് പോയി. പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ ഇവരുടെ ശല്യം ഒഴിവാകാൻ വേണ്ടി പോയ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ 5-8 പേരേ ഉള്ളൂ. വർഗീസ് സഹോദരൻ, അങ്ങനെ കുറച്ച് സഹോദരന്മാർ, ദാ സഹോദരൻ, ഒരു 5-8 പേര്. അപ്പം ജയിലിന്റെ അകത്തുനിന്ന് യേശുവിനെ അറിഞ്ഞ ഒരു സഹോദരനാണ് വർഗീസ് എന്ന് പറഞ്ഞ ആള്. അദ്ദേഹം ജയിലിലെ പാസ്റ്ററാണ്. എന്ന് വെച്ചാൽ ജയിലിൽ പുറത്തുനിന്ന് ആരും പാസ്റ്റർമാർ വരുന്നില്ല. അത്രയും അത്യാവശ്യം കഴിവുള്ള ആൾക്കാർ ഒരാൾ അതിന്റെ അകത്ത് പാസ്റ്ററായിട്ടാണ് ആരാധന നടത്തുന്നത്, പ്രാർത്ഥനയൊക്കെ നടത്തുന്നത്. കർത്തൃമേശയും സ്വോത്രകാഴ്ചയും ഒഴിച്ചു ബാക്കി എല്ലാ ശുശ്രൂഷകളും ജയിലിന്റെ അകത്ത് നടക്കുന്നുമുണ്ട്. കാരണം വേറൊന്നുമല്ല, കർത്തൃമേശയും സ്വോത്രകാഴ്ചയൊന്നും അതിന്റെ അകത്ത് എടുക്കാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ അവര് വട്ടത്തിലിരുന്ന് ആ ബിൽഡിങ്ങിന്റെ പുറത്തിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ചെന്നു, എന്നോട് കാര്യങ്ങളൊക്കെ അവർ സംസാരിച്ചു. അപ്പോഴും ഞാൻ ഇത്രയും സമാധാനമില്ലാത്തവനായിട്ടും ആത്മഹത്യ ചെയ്യാൻ ചിന്തിച്ച ഒരു മനുഷ്യനാണെന്നുള്ള ഒരു ബോധമില്ലാതെ അന്നേരവും ഞാൻ പറയുക, ഞാനൊരു കത്തോലിക്കനാ, ഞാനൊരു കാനായക്കാരനാ. അപ്പോൾ ഇവരെ ഒരു പുച്ഛത്തോടെയായിരുന്നു ഞാൻ ഇവരെ നോക്കുന്നത്. ഞാൻ വലിയ ക്രിസ്ത്യാനിയാണെന്നുള്ളൊരു ഭാവമായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ കാലുമടക്കി നിലത്തിരുന്നുള്ള ശീലമില്ല. അപ്പൊ കാലൊക്കെ നീട്ടിവെച്ച് കൈയൊക്കെ ഒരു സൈഡിലേക്ക് കുത്തി ഇങ്ങനെ അലക്ഷ്യമായിട്ട് ഞാൻ ഇരുന്നു. പക്ഷെ ഇവരെല്ലാം വളരെ ഭയഭക്തിയോടുകൂടി ഇരുന്നു. ആദ്യത്തെ അവരുടെ പ്രാർത്ഥന ജയിലിൽ നിന്നും രക്ഷിക്കപ്പെട്ട് പുറത്തുപോയവരുടെ നിലനിൽപ്പിന് വേണ്ടിയായിരുന്നു. രണ്ടാമത്തെ പ്രാർത്ഥന അവരെനിക്ക് വേണ്ടിയായിരുന്നു. 5-6 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ വർഗീസ് സഹോദരൻ പറഞ്ഞു, യേശു ബിനുവിനെ സ്നേഹിക്കുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കായി ബിനുവിന് വേണ്ടി പ്രാർത്ഥിക്കാം. ബിനുവിനെ യേശു രക്ഷിക്കട്ടെ, അവന് നല്ലൊരു ജീവിതം യേശു കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സഹോദരന്മാര് മാറി മാറി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ നോക്കിയപ്പോൾ അവര് മുട്ടയെ നിന്നുകൊണ്ട്, എല്ലാ സഹോദരന്മാരും മുട്ടയെ നിന്നുകൊണ്ട് കൈ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവര് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ അലക്ഷ്യമായിട്ട് അവരിയ്ക്കുകയാണ്. ഞാൻ ഓരോരുത്തരെയും മുഖത്തേക്ക് ഞാനിങ്ങനെ നോക്കി. അവര് കണ്ണുമടച്ച് മുകളിലേക്ക് ഇങ്ങനെ കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവര് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഓരോരുത്തരുടെ പ്രാർത്ഥനാ വാചകവും ഇതായിരുന്നു, കർത്താവേ, നീ ബിനുവിനെ രക്ഷിക്കണമേ, ബിനുവിന് ഒരു നല്ല ജീവിതം കൊടുക്കണമേ, അവനെ മാനസാന്തരപ്പെടുത്തണമേ, നിന്റെ ഒരു വേലക്കാരനാക്കി അവനെ മാറ്റണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മുട്ടയിൽ നിന്ന് അവർ കൈ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കണ്ട ഒരു കാഴ്ച, എല്ലാ സഹോദരന്മാരുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് ധാരധാരയായി നിലത്തേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ പ്രിയപ്പെട്ടവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരുകൾ ഇങ്ങനെ താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ക്രിസ്ത്യാനിയായി എന്റെ ഹൃദയത്തിലേക്ക് പെട്ടെന്ന് ഒരു ചിന്ത വന്നു. ഒരു ക്രിസ്ത്യാനിയായി ജനിച്ചു വളർന്ന ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുപോലൊരു പ്രാർത്ഥന ഞാൻ കണ്ടിട്ടില്ല, ഇതുപോലൊരു പ്രയത്നം ഞാൻ കണ്ടിട്ടില്ല. ഓരോ സഹോദരന്മാരുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് താഴേക്ക് വീഴുന്ന ഒരു പ്രാർത്ഥന ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ എന്റെ ഹൃദയത്തിലേക്ക് ഒരു ചിന്ത വന്നു.
ആരും സഹായമില്ലാത്ത, ആരും സ്നേഹിക്കാനില്ലാത്ത, പലർക്കും കത്തെഴുതിയിട്ട് ഒരു ആശ്വാസ വാക്ക് പോലും ഇല്ലാത്ത, എല്ലാവരും വെറുക്കപ്പെട്ട, ആരും സ്നേഹിക്കാനില്ലാത്ത എനിക്ക് വേണ്ടി പലർക്കും കത്തെഴുതി, ആരും ഒരു ആശ്വാസ വാക്ക് പോലും എഴുതിയില്ലോ. ഇവരെല്ലാവരും എന്നെ വെറുത്തപ്പോൾ ഈ കുറ്റവാളികളായിരിക്കുന്ന, തടവുകാരായിരിക്കുന്ന ഇവര് ഇത്ര ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കണമെങ്കിൽ ഇവരുടെ അകത്ത് വ്യാപരിക്കുന്ന സ്നേഹമേത് ഒന്നറിഞ്ഞാൽ കൊള്ളാമെന്നുള്ള ഒരു ചിന്ത ആ സമയത്ത് എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. അന്ന് ഞാൻ ബ്ലോക്കിലേക്ക് പോയി. പിറ്റേ ദിവസം പ്രയറിന്റെ ടൈം ആയപ്പോ ഇവര് പറഞ്ഞ പോലെ പിന്നെ ഇവരാരും വിളിക്കാൻ വന്നില്ല. ആ പ്രാർത്ഥനയുടെ സമയമായപ്പോൾ ഞാൻ തനിയെ ആ പ്രാർത്ഥന കൂട്ടായി. ഞാൻ ഇനി പോകത്തില്ല, അല്ലെങ്കിൽ ഒരു ദിവസം മാത്രം പോകാമെന്ന് ചിന്തിച്ച് ഞാൻ പോലും അറിയാതെ പിറ്റേ ദിവസം ഇവരുടെ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് ഞാൻ ചെല്ലുകയാണ്. കാരണം എനിക്ക് മനസ്സിലായി, എന്നെ എത്തിച്ചത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഞാൻ അവിടെ ഇരുന്നു. ആമേൻ. വീണ്ടും പ്രാർത്ഥിക്കാൻ ആദ്യത്തെ ആ അനുഭവം കണ്ടപ്പോൾ കുറച്ചും കൂടെ മാറ്റം എനിക്കുണ്ടായി. ആ ഒരു മാറ്റത്തോടെ ഞാൻ അവിടെ ഇരുന്നു. അവിടെ ഒരു സഹോദരൻ എഴുന്നേറ്റ് നിന്ന് പ്രയറെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു പാട്ടിന്റെ വരി പാടി, അദ്ദേഹത്തിന്റെ അനുഭവമാണെന്നും പറഞ്ഞുകൊണ്ട്. ആ പാട്ടിന്റെ വരി ഇങ്ങനെയായിരുന്നു: നാട്ടുകാർ വീട്ടുകാർ കൂട്ടമായി എന്നെ നിന്നാ പരിഹാസം ചൊല്ലുമ്പോൾ. ആ പാട്ടാണ് പാടിയത്. അതിന്റെ ഒരു വരി ഞാൻ പാടാം. നാട്ടുകാർ വീട്ടുകാർ കൂട്ടമായി എന്നെ നിന്നാ പരിഹാസം ചൊല്ലുമ്പോൾ, ഓർത്തിടും ഞാൻ എൻ്റെ പ്രിയനെ, പുഞ്ചിരി തൂകുമാ പൊന്മുഖം. നാട്ടുകാർ വീട്ടുകാർ കൂട്ടമായി എന്നെ നിന്നാ പരിഹാസം ചൊല്ലുമ്പോൾ, ഓർത്തിടും ഞാൻ എൻ്റെ പ്രിയനെ, പുഞ്ചിരി തൂകുമാ പൊന്മുഖം. ആ പാട്ടിന്റെ വരി എന്നെ വളരെയധികം സ്പർശിച്ചു. ഞാൻ ആ പാട്ടിന്റെ വരിയിലൂടെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പം വർഗീസ് സഹോദരൻ എഴുന്നേറ്റ് നിന്ന് ബൈബിളിന്റെ അകത്തൊരു വാക്യം, പ്രബോധിപ്പിച്ചൊന്നുമില്ല, ഒരു വാക്യം വായിച്ചു. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 49:15 വാക്യം. ആ വാക്യം ഇങ്ങനെയായിരുന്നു: ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ നിന്നെ മറന്നാലും ഇതാ ഞാൻ നിന്നെ മറക്കുകയില്ല, നിന്നെ ഞാൻ എന്റെ ഉള്ളം കയ്യിൽ വഹിച്ചിരിക്കുന്നു എന്ന് ആ വചനം POC ബൈബിളിൽ നിന്നായിരുന്നു വായിച്ചത്. അതുകൊണ്ട് കുറച്ചുകൂടെ ആ വാക്യത്തിനെല്ലാം വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ആ വചനം അവിടുന്ന് വായിച്ചു കഴിഞ്ഞപ്പോൾ എന്താ എനിക്ക് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. എന്റെ ഹൃദയത്തിൽ പെട്ടെന്ന് വന്നു, കർത്താവേ, ഒരു ക്രിസ്ത്യൻ ജീവിതത്തില് ബൈബിളൊക്കെ ആദ്യമായിട്ടാണ് വായിക്കുന്നതൊക്കെ കേൾക്കുന്നത്. ഒരു ക്രിസ്ത്യാനിയായി ജീവിച്ച ഞാൻ ഇത്രയും നാളെ എന്റെ കൂട്ടുകാരോ എന്റെ അമ്മയോ അപ്പനോ ആരും ഇത്രയധികം സ്നേഹിക്കുന്ന ഒരു കർത്താവ് ഉണ്ടെന്ന് എന്നോട് പറഞ്ഞു തന്നില്ലല്ലോ യേശുവേ. നാട്ടുകാരും വീട്ടുകാരും മുഴുവനും വെറുത്തപ്പോഴും നീ എന്നെ അമ്മയെ പോലെ സ്നേഹിക്കുമോ എന്ന് ചോദിച്ച് ഞാൻ അവിടെ ഇരുന്നു. എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങി. എനിക്കെന്തോ സംഭവിച്ചു. ഞാൻ വിങ്ങി പൊട്ടി കരയാൻ തുടങ്ങി. ഞാന് ആമേൻ കരഞ്ഞ് കുറേ സമയം കരഞ്ഞ് അവരെന്നെ ആശ്വസിപ്പിച്ചു. ഞാൻ ബ്ലോക്കിലേക്ക് പോയി. പിന്നെ എന്റെ ചിന്ത, ഞാൻ ഒരു വലിയ പാപിയാണ്. പിന്നീടുള്ള കാര്യങ്ങളൊക്കെ അവർ കുറെ വചനമൊക്കെ പറഞ്ഞു തന്നു. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല, ഷോർട്ടാക്കി പോട്ടെ. പിന്നീടുള്ള എന്റെ ചിന്ത, ഞാനൊരു പാപിയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ വർഗീസ് സഹോദരൻ എന്നെ വിളിച്ച് വചനങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. ആമേൻ. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായി വന്നിരിക്കുന്നു. മറ്റൊരു ഭാഗം എനിക്ക് പറഞ്ഞു തന്നു, അറിയായ്മയുടെ കാലങ്ങളെ അവൻ കണക്കിടുന്നില്ല, മനുഷ്യരെല്ലാവരും മനസാന്തരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ പാപത്തെ വെറുക്കുകയും പാവിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന യേശു ക്രിസ്തുവിന്റെ വചനത്തിന്റെ ആഴങ്ങൾ എന്റെ ഹൃദയത്തിലേക്ക് ആഴമായി പതിഞ്ഞു വന്നു. അന്ന് രാത്രിയില് ഞാൻ ബ്ലോക്കിൽ കടന്നപ്പോൾ പെട്ടെന്ന് രാത്രിയിൽ സഹോദരന്മാരൊക്കെ ബൈബിളൊക്കെ വായിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് ഒന്ന് കിടക്കണമെന്നൊക്കെ എനിക്കൊരു ആഗ്രഹം തോന്നി. പക്ഷെ മലയാളം നന്നായിട്ട് എനിക്ക് വായിക്കാനും എഴുതാനും അറിയത്തില്ലായിരുന്നു. എങ്കിലും അക്ഷരം പെറുക്കി വെച്ച് എന്താണെന്ന് മണിക്കൂറുകളോളം ഇരുന്ന് ആ ലൈൻ വായിക്കുമായിരുന്നു. അപ്പം ഏതെങ്കിലും ഒരു വാക്യം വായിക്കണം എന്നൊക്കെ ചിന്ത എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. അന്ന് രാത്രിയില് എനിക്ക് പ്രാർത്ഥിക്കണം, ഈ സഹോദരന്മാർ പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിക്കണമെന്നും എനിക്കുണ്ടായിരുന്നു. അന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കാനിരുന്ന് കഴിഞ്ഞു. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാതിരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഞാനിങ്ങനെ പറഞ്ഞു, എന്നെ എല്ലാവരും വെറുക്കുകയാണല്ലോ, ആരും എന്നെ സ്നേഹിക്കുന്നില്ലല്ലോ കർത്താവേ, പിന്നെ ഞാൻ എങ്ങനെ നന്നായി ജീവിക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചു. അപ്പോഴാണ് ഒരു ഇടിമുഴക്കം പോലെ ഒരു ശബ്ദം എന്റെ കാതുകളിൽ, വർഗീസ് സഹോദരൻ വായിച്ച അതേ വചനം എന്റെ കാതുകളിൽ കേൾക്കുകയാണ്. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ആ വചനം, ആ ശബ്ദം എന്റെ കാതുകളിൽ
വാക്കുകൾ കേട്ടപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഇല്ല, ആരെല്ലാം വെറുത്താലും യേശു എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ സ്നേഹം മാത്രം മതി എന്ന് അന്ന് രാത്രി ഞാൻ ഒരു തീരുമാനമെടുത്തു. അപ്പൊ ഞാൻ എന്റെ കട്ടയുടെ സൈഡിലല്ല പുണ്യാളന്മാരുടെ പടമൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് രാത്രിയിൽ ഏകദേശം 1 മണി ആയി കാണുമെന്ന് ഉദ്ദേശിക്കുന്നു. ജയിലിന്റെ അകത്ത് എപ്പോഴും ലൈറ്റ് ഉണ്ടാകും, എല്ലാവരും കടന്നുറങ്ങുകയാണ്. അപ്പോൾ അന്ന് രാത്രി ഞാൻ എഴുന്നേറ്റിരുന്ന ഒരു ബൈബിൾ എനിക്ക് തന്നായിരുന്നു. ബൈബിൾ വായിക്കണം. അപ്പൊ വായിച്ചിട്ട് ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. ഒന്നാമത് വായിക്കാൻ അറിയാത്തതിന്റെ ബുദ്ധിമുട്ടുകൾ, അക്ഷരം കൂട്ടി അങ്ങനെ അന്ന് അധ്യായം എന്താ വചനം എന്താണെന്നൊന്നും അറിയത്തില്ല. അപ്പൊ ഞാൻ എന്റെ ഒരു ലൈനെങ്കിലും വായിച്ചിട്ട് കിടക്കുള്ളൂ തീരുമാനം. ഇങ്ങനെ താളുകളെ മറിച്ച് പോയി. അവസാനം അപ്പസ്തോല പ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. ഇതൊന്നും അന്ന് എനിക്ക് അറിയത്തില്ല, എവിടെയെങ്കിലും വായിക്കാമെന്ന് വിചാരിച്ചു. അവിടെ എത്തിയപ്പോൾ ഓരോ അക്ഷരം ഇങ്ങനെ കൂട്ടി വായിച്ചു. അപ്പൊ ഏകദേശം എനിക്ക് മനസ്സിലായി വരുന്നുണ്ട്. അപ്പോൾ മനസ്സിലായി വന്നപ്പോൾ ഞാൻ ചിന്തിച്ചു, ബൈബിളിൽ ഇങ്ങനെ എഴുതി വെക്കുവോ? കാരണം ഞാൻ അങ്ങനെ എഴുതി വെക്കുവാണെങ്കിൽ ഒരു കത്തോലിക്ക സഭ ഒരിക്കലും ഇങ്ങനെ ചെയ്യുകയല്ലോ, ചുമ്മാ എഴുതി വെച്ചായിരിക്കും ഒരു തോന്നൽ എന്റെ ഹൃദയത്തിലുണ്ടായി. അല്ല, ഞാൻ വീണ്ടും വായിപ്പിച്ചു. അങ്ങനെ പലവട്ടം വായിച്ചപ്പോൾ ആ വചനം അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. അത് മറ്റൊന്നുമല്ലായിരുന്നു, മറ്റൊരുത്തലിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല എന്നുള്ള വചനം എന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ഞാൻ എന്റെ ഭിത്തിയിലേക്ക് നോക്കി. ഞാൻ ഒട്ടിച്ചു വെച്ച എല്ലാ ഫോട്ടോയോടും നോക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു, ഇത്രയും നാൾ ഞാൻ നിങ്ങളിൽ ആശ്രയിച്ചുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെടാന്ന്. ബൈബിൾ പറയുന്നു മറ്റൊരുത്തരിലും രക്ഷയില്ല എന്ന് പറയുന്നു. ആ ബോധ്യം എന്റെ ഹൃദയത്തിലുണ്ട്. അതെല്ലാം കീറി ചുരുട്ടിക്കൂട്ടി ദൂരെ കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, അന്ന് മുതൽ ഞാൻ ഒരു പുതിയ സൃഷ്ടിയായി മാറ്റപ്പെട്ടു. മദ്യത്തിൽ നിന്ന്, മയക്കുമരുന്ന്, കഞ്ചാവ്, ബ്രഹ്മശൂസ്, പുകവലിയിൽ നിന്നെല്ലാം പൂർണ്ണമായി എനിക്ക് മോചനം തന്നു. സഹോദരന്മാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 2000 ആമേൻ, ഞാൻ ചുരുക്കി ഷോർട്ടാക്കി അങ്ങ് പോവുകയാണ്. 2000 കർത്താവായ യേശുക്രിസ്തു കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും എന്നെ റിലീസ് ചെയ്തു. എറണാകുളത്ത് ഞാൻ പോയി ഒരു ഫാസ്റ്ററിന്റെ കീഴിൽ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനമേറ്റ് ഒരു മുടിയനായ പുത്രൻ ചെല്ലുന്നത് പോലെ എന്റെ വീട്ടിലേക്ക്. അതിന്റെ ഇടയ്ക്ക് ഞാൻ ഒരു ബൈബിൾ സ്കൂൾ പഠനം നടത്തി. കാരണം ഒന്നും വിദ്യാഭ്യാസം ഇല്ല എങ്കിലും സ്വർഗത്തിലെ ദൈവം വിദ്യാഭ്യാസമുള്ളവർ പഠിക്കുന്ന കോളേജിൽ സ്വർഗം എന്നെ പഠിപ്പിക്കാൻ ദൈവം എന്നെ ആക്കി വെച്ചു. ആലുവയിൽ ഡുലോസിൽ പഠിച്ചു. അതിനുശേഷം കോഴിക്കോട് ബാബു ബ്രാഹ്മണന്റെ ബൈബിൾ സ്കൂളിൽ പഠിച്ചു. വീണ്ടും തിരുവനന്തപുരത്ത്. അപ്പം DTH മുതൽ BTH ഒക്കെ വേണമെങ്കിൽ നല്ല വിദ്യാഭ്യാസമുള്ളവർക്ക് പഠിക്കാൻ പറ്റുന്ന കോഴ്സുകളാണ്. പക്ഷെ സ്വർഗത്തിലെ ദൈവം എന്നെ ആ ഒരു നിലയിലേക്ക് വളർത്തി കൊണ്ടുപോകുന്നു. അപ്പോൾ ഞാൻ ഇപ്പൊ അവിടെ നിന്ന് മുടിയനായ പുത്രൻ തിരിച്ചു ചെല്ലുന്ന പോലെ സ്വന്തം വീട്ടിലേക്ക് മോതിരമൊക്കെ കിട്ടുന്ന സ്വീകരിക്കുമായിരിക്കും എന്ന് ചിന്ത സ്വന്തം വീട്ടിൽ ചെന്നു. ഒരാഴ്ച നിൽക്കേണ്ടവന്ന് അവർ പറഞ്ഞു, ഈ വീട്ടിൽ ഇനി തുടർന്ന് പോകണമെങ്കിൽ പള്ളിയിൽ വരണം. കള്ളനായി മോഷ്ടാവായി ജീവിച്ചപ്പോഴൊന്നും ആർക്കും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ പെന്തക്കോസ്തിലേക്ക് വന്നപ്പോൾ കുഴപ്പമായി. എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട സാഹചര്യം വന്നപ്പോൾ എന്റെ വീട്ടിന്റെ ആ പറമ്പ് ഞാൻ അതിര് കാലെടുത്ത് വെച്ചപ്പോൾ എന്റെ ഒരു കൈ മുകളിലേക്ക് ഉയർത്തി പിടിച്ചു. മറു സൈഡിൽ ബാഗാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു, എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർക്കും. അന്നിറങ്ങി സ്വന്തമായ ഒരു സ്പൂൺ പോലും ഇല്ലാതെ, ആരും ആശ്രയമില്ലാതെ തിരുമേനി സ്വർഗത്തിലെ ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ച് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി. സ്വന്തമായ ഒരു സ്പൂൺ പോലും ഇല്ലാതെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി. എന്റെ കുടുംബക്കാരെല്ലാം എന്നെ വിളിച്ചു, എടാ നീ ഇങ്ങോട്ട് വാ, നീ പള്ളിയിൽ വാ, നിനക്ക് വിവാഹം നടക്കണ്ട, നിനക്ക് എവിടുന്ന് പെണ്ണ് കിട്ടും, നിനക്ക് ആരും പെണ്ണ് തരികയില്ല. സെൻട്രൽ ജയിലൊക്കെ വീടായി നീ കഴിഞ്ഞു പോയ ഒരു മനുഷ്യനാണ്, ആരും നിനക്ക് പെണ്ണ് തരും എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, പെണ്ണ് കിട്ടിയില്ലേലും വേണ്ടിയല്ല, ഞാൻ ഈ അറിഞ്ഞ സത്യത്തിൽ നിന്ന് ഞാൻ പിന്മാറിപ്പോകത്തില്ല. പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ കുടുംബമായ ഒരു സഭാ മിനിസ്ട്രി എടുക്കണമെങ്കിൽ ഒരു കുടുംബം ആവശ്യമാണെന്ന് ദൈവദാസന്മാരെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിൽ ഇടപെട്ടു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഒരു പ്രവചനം എന്ന വണ്ണം ഡൽഹിയിൽ മദർ സണ്ണിന്റെ കമ്പനിയിൽ ജോലി അന്നുണ്ടായിരുന്ന റെനി എന്ന് പറയുന്ന സഹോദരിയോട് ഒരു പ്രവാചകൻ മുഖാന്തരം ഇങ്ങനെ ഒരു ദൈവിക ആലോചന വരെ എതിർക്കരുത്, ദൈവത്തിന്റെ നിശ്ചയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായ എന്റെ ഡീറ്റെയിൽസുകൾ വെളിപ്പെടുത്തിക്കൊണ്ട് ശക്തനായ ഒരു പ്രവാചകൻ തലയിൽ കൈവച്ച് പ്രവാചകൻ അവിടെ ആലോചന പറഞ്ഞു. ശേഷം ഈ ആലോചനകൾ നടന്നു, വിവാഹം നടന്നു, കുഞ്ഞുങ്ങളായി. ഞാൻ പറയട്ടെ ദൈവമക്കളെ, 2 മക്കളെ ദൈവം എനിക്ക് തന്നു. ഒരു സാക്ഷ്യം കൂടെ പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യാം. ഞങ്ങൾ വിവാഹിതരായി. ആർക്കും എന്റെ ഭാര്യ എനിക്ക് ഒരു വിദ്യാഭ്യാസമില്ല, പക്ഷേ ഏറ്റവും ശ്രേഷ്ഠപരമായ നിലയിൽ വിദ്യാഭ്യാസമുള്ള ഒരു ഭാര്യയെ എനിക്ക് ദൈവം തന്നു. ജോലിയൊക്കെ റിസൈൻ ചെയ്ത് കർത്താവിന്റെ പേരിൽ. എല്ലാവരും ചോദിച്ചു, ജോലി റിസൈൻ ചെയ്ത് നിങ്ങൾ എങ്ങനെ ജീവിക്കും? ഞങ്ങൾ കർത്താവിൽ വിശ്വസിച്ച് അത് കളഞ്ഞ് കർത്താവിന്റെ വയൽ പ്രദേശത്തേക്ക് ഇറങ്ങുവാനിടയായത്. എന്നെ കഴിഞ്ഞ് വിദ്യാഭ്യാസമുള്ള എനിക്ക് എപ്പോഴും കൈത്താങ്ങൽ നൽകി തരുന്ന, എനിക്കെപ്പോഴും പ്രാർത്ഥനാ സഹായം നൽകി തരുന്ന, എന്റെ കൂടെ നിന്ന് കർത്താവിന്റെ വേലയ്ക്ക് എപ്പോഴും താങ്ങും തളരുമായി ആ വിവാഹം കഴിഞ്ഞ അന്നു മുതൽ ഇന്നു വരെ എനിക്ക് എല്ലാ സപ്പോർട്ടും നൽകി തരുന്ന ഒരു ഭാര്യയെ സ്വർഗം തന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പെറുക്കി നടന്ന ടൗണാണ് കാഞ്ഞങ്ങാട് ടൗൺ. കാഞ്ഞങ്ങാട് ടൗണിൽ കുടുംബമായി ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഞങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കപ്പെട്ടു. അവിടെ ഒരു സഭയുടെ ചാർജ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ കുടുംബമായി ചെല്ലുകയാണ്. ഒരു സാക്ഷ്യം പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഏത് ടൗണിൽ ഞാൻ പഴയ സാധനം പെറുക്കി നടന്നോ അതേ ടൗണിൽ, ആക്രി സാധനം പെറുക്കി നടന്ന അതേ ടൗണിൽ
സ്വർഗത്തിലെ ദൈവം ആത്മാക്കളെ പെറുക്കുവാൻ ഞങ്ങളെ കുടുംബമാക്കി മാറ്റിവെച്ചു. ഞങ്ങൾ ആ സഭയിൽ ചാർജ് എടുക്കുന്ന സമയത്ത് അവിടെ ഒരു എസ് ഐ ഉണ്ട്, നാരായണൻ എന്ന് പറഞ്ഞ. ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് ആ കാഞ്ഞങ്ങാട് സ്റ്റേഷനിലിരുന്ന് എന്നെ കേസിൽ പിടിച്ചപ്പോ എന്നെ അടിച്ചു പിടിച്ച് അകത്ത് ലോക്കപ്പിലിട്ട ആളാ. ഇപ്പൊ നോക്കി അദ്ദേഹം എന്റെ വിശ്വാസിയായി വന്നു. ഞാൻ അവിടെ ചാർജ് എടുത്ത് കഴിഞ്ഞപ്പോ സാർ എന്നോട് വന്നു, വിശ്വാസത്തിൽ വന്നോ? ഞാൻ പറഞ്ഞു വന്നു. ബൈസ്കൂളിൽ പഠിച്ചു സാറോ? ഞാനും വിശ്വാസത്തിൽ വന്നു പാസ്റ്ററെ. നോക്കിയ ഒരു കാലത്ത് ലോക്കപ്പിലിട്ട എസ് ഐ അദ്ദേഹം പറയുക, എന്നോട് ഒന്നും വിചാരിക്കരുത്, അന്ന് ഞാനും യേശുവിനെ അറിഞ്ഞില്ല, അന്ന് ബിനുവും യേശുവിനെ അറിഞ്ഞില്ല. ഇപ്പോൾ നമ്മൾ രണ്ടുപേരും ദൈവത്തിന്റെ പൈതലാ, അതുകൊണ്ട് പഴയതൊന്നും ഓർക്കാതെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പറഞ്ഞ അദ്ദേഹം എന്റെ കൈയെടുത്ത് എന്റെ തലയിൽ വെച്ച് പ്രാർത്ഥിച്ചു. അന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയ പ്രാർത്ഥന ഇന്ന് അനേക പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ മാത്രമല്ല, ജയിൽ അധികാരികളോട് മാത്രമല്ല, ജയിൽ സുവിശേഷീകരണത്തോട് പോലും ബന്ധപ്പെട്ട് കർത്താവിന്റെ വയൽ പ്രദേശത്ത് അധ്വാനിക്കുവാൻ സ്വർഗം എനിക്ക് ഭാഗ്യമൊരുക്കി തന്നു. എന്റെ സാക്ഷ്യം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എവിടെയെങ്കിലും തകർച്ചയും ബുദ്ധിമുട്ടും ഉണ്ടെങ്കിൽ ഈ ദൈവത്തെ മുറുകെ പിടിച്ചാൽ ദൈവം ഒരിക്കലും വഴി തള്ളിക്കളയില്ല. ആശ്വാസദായകനായ അമ്മയെ പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഈ ഒരു നല്ല കർത്താവ് നമുക്കുണ്ട്. രണ്ട് മക്കളെ ദൈവം എനിക്ക് ദാനമായി തന്നു. ഞങ്ങൾ ഇന്നലെ വൈകുന്നേരവും പരസ്യം, എന്റെ രണ്ട് മക്കള് അളിയ ഒരുത്ത +2 കഴിഞ്ഞ് നിൽക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഈ രണ്ട് മക്കളും ഇന്നലെയും ഞങ്ങൾ പരസ്യവും, ഞങ്ങൾ നിരന്തരം പരസ്യവും നടക്കുക, പരസ്യവും ഓപ്പൺ ചെയ്യുന്ന തുടങ്ങുന്നത് എന്റെ പിള്ളേരാ. അവരെ ആക്ഷൻ സോങ്ങുകൾ, ക്രിസ്തീയ ഗാനങ്ങൾ ആക്ഷൻ സോങ് ആക്കി അവരിട്ടുകൊണ്ട് തെരുവിലും ഗ്രാമപ്രദേശങ്ങളിലും ടൗണുകളിലെല്ലാം അവർ ആക്ഷൻ സോങ്ങുകളും അവരുടെ സ്കിറ്റുകളും എല്ലാം അവതരിപ്പിക്കുമ്പോഴേക്ക് ജനം ഇങ്ങനെ വന്നുകൂടും. ആ ജനം വന്നുകൂടുമ്പോൾ വന്നപ്പോ അറിഞ്ഞാൽ എന്നറിയാം അവിടെ ദൈവവചനം എന്ത് ചെയ്യും? എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കും. അങ്ങനെ രണ്ട് മക്കളെയും സ്വർഗം എനിക്ക് ദാനമായി നൽകി തരുവാൻ ഇടയായി തീർന്നു. അങ്ങനെ പാവപ്പെട്ടവരുടെ ഇടയിൽ കർത്താവിന്റെ വയല് ആ പ്രദേശത്ത് അധ്വാനിക്കണമെന്നുള്ള ആഗ്രഹപ്രകാരമാണ് ഇടുക്കി ജില്ലയിൽ ഉൾപ്രദേശങ്ങളിലൂടെ കടന്നുപോയി പരസ്യ മീറ്റിങ്ങുകളും സുവിശേഷ വേലയും ഒക്കെയായി ഇപ്പോൾ ഇവിടെ ചെറിയൊരു സഭയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കുടുംബമായി നിൽക്കുന്നു. പല പാസ്റ്റർമാരും സ്കൂൾ വെക്കേഷനില് കുടുംബത്തിന്റെ വീട്ടിലെ, ഭാര്യയുടെ വീട്ടിലെ, ഭർത്താക്കന്മാരുടെ വീട്ടില് ഒക്കെ പോയി അവരെ വിശ്രമിക്കുമ്പോൾ ഞങ്ങൾ പലപ്പോഴും ഓർക്കും, ഞങ്ങൾക്ക് പോകാൻ ഒരു വീടില്ല. കാരണം എന്റെ വീട്ടുകാരും രക്ഷിക്കപ്പെട്ടില്ല. ഇപ്പോഴൊരു അമ്മാച്ചൻ കുടുംബം രക്ഷിക്കപ്പെട്ടു വന്നിട്ടുണ്ട്. എന്റെ ഭാര്യയുടെ വീട്ടിലെ അവൾ ഒറ്റയ്ക്ക്, അവളും അവളുടെ ചേച്ചി മാത്രമാണ് വിശ്വാസമുള്ളത്. അമ്മയും വേറെ ആരും വിശ്വാസം തോന്നില്ല. ഇപ്പോൾ അപ്പനും അമ്മയും എന്റെ ഭാര്യയ്ക്കില്ല. വേറെ ആരും തന്നെ ഇല്ല. അപ്പൊ ഭാര്യയുടെ വീട്ടിൽ പോകാൻ പറ്റത്തില്ല, എന്റെ വീട്ടിൽ പോകാൻ പറ്റത്തില്ല, മാറി നിൽക്കുക. എല്ലായിടത്തും പോകാം, പക്ഷെ ഒരു 10 ദിവസം മാറി നിൽക്കാൻ പറ്റിയ ഒരു വീട് ഞങ്ങൾക്കില്ല. പക്ഷെ അതിൽ ഞങ്ങൾ ഇപ്പോൾ സന്തോഷിക്കുകയാ. എല്ലാവരും പോയി 10 ദിവസം മാറി നിൽക്കുമ്പോഴും ആ സമയവും കൂടെ ഞങ്ങൾക്ക് കർത്താവിന്റെ വേല ചെയ്യുവാൻ കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് മറ്റു ബന്ധങ്ങളോ ഞങ്ങൾക്ക് മറ്റാരും ഒരു സഹായമോ ഇല്ലാതിരിക്കുമ്പോൾ ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ വരും? സ്വർഗത്തിലെ ദൈവത്തിൽ നിന്ന് വരും. ആ സഹായവുമായി കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ സർവശക്തനായ ദൈവം ഇതുവരെ ഞങ്ങളെ കുടുംബമായി നടത്തി എന്നുള്ള ഒരു വലിയ സാക്ഷ്യമാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് പറയാൻ എന്റെ സാക്ഷ്യത്തിലൂടെ ഞാൻ പറയാം, ഒരിക്കലും നമ്മുടെ കർത്താവ് നമ്മളെ തള്ളിക്കളയത്തില്ല. ഞാൻ പറയട്ടെ, എന്റെ സാക്ഷ്യം ഞാൻ പറയാം. എന്റെ കയ്യേലിട്ട വിലങ്ങിനോ, എന്റെ അടച്ച ലോക്കപ്പിനോ, എന്നെ പൂട്ടിയ പോലീസ് ലോക്കപ്പിനോ, എന്നെ ശിക്ഷിച്ച കോടതിക്കോ എന്നെ രൂപാന്തരപ്പെടുത്താൻ പറ്റിയില്ല, എന്നെ മാനസാന്തരപ്പെടുത്താൻ പറ്റിയില്ല, ഈ വിലങ്ങിന് പറ്റിയിട്ടില്ല, ജയിലറകൾക്ക് കഴിഞ്ഞിട്ടില്ല, കോടതിക്ക് കഴിഞ്ഞിട്ടില്ല, ആർക്കും എന്നെ മാനസാന്തരപ്പെടുത്താൻ കഴിയാത്തതിന്റെ കാരണം എന്നാണെന്നറിയാമോ? എന്റെ അകത്ത് എന്നെ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തി പോകാതെ മാനസാന്തരപ്പെടുവാൻ കഴിയത്തില്ല. ആ ശക്തിയെ പുറത്താക്കാൻ ഒരു കോടതിക്കും ഒരു പോലീസ് സ്റ്റേഷനും ഒരു ഡിപ്പാർട്ട്മെന്റിനും കഴിയത്തില്ല. ആ ശക്തിയെ പുറത്താക്കാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവാണ്. ആ ശക്തിയെ പുറത്താക്കി ഒരു മനുഷ്യ രൂപമാക്കി മാറ്റിയെടുത്ത, ഒരു മനുഷ്യനാക്കി മാറ്റിയെടുത്ത എന്റെ ക്രിസ്തുവിന്റെ വചനം പറയുന്നു, മറ്റൊരുത്തരിലും രക്ഷയില്ല. ആ യേശുവിന്റെ സ്നേഹം ആ രക്ഷയുടെ മാർഗത്തിലേക്ക് എന്നെ നയിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇന്ന് എനിക്ക് നിങ്ങളോടെല്ലാം പറയാനുള്ള ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. എന്ത് പ്രതിസന്ധി വന്നാലും, എന്ത് ബുദ്ധിമുട്ട് വന്നാലും നമ്മൾ ഭാരപ്പെടുന്നവരായി തീരരുത്. കർത്താവിനെ മുറുകെ പിടിക്കുക. ഒരുപക്ഷെ നിങ്ങൾ അനുഭവിക്കുന്ന വേദനകള്, ഒരുപക്ഷെ നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടേണ്ട വാതിലുകൾ അടയ്ക്കപ്പെട്ടേക്കാം. എങ്കിലും നിങ്ങൾ നിരാശരാകും. ഞങ്ങൾ ഈ സുവിശേഷ വേലയില് പലപ്പോഴും ഞങ്ങൾ നെരുക്കത്തിന്റെ അനുഭവത്തിലൂടെ വന്നിട്ടുണ്ട്, പട്ടിണിയുടെ അനുഭവത്തിലേക്ക് വന്നിട്ടുണ്ട്. പല കാര്യങ്ങളോടുള്ള ബന്ധത്തിലും ഇപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. പക്ഷെ ഒന്നിനും നിരാശപ്പെടാതെ കർത്താവിൽ പ്രത്യാശ വെക്കുകയാ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോടും പറയുന്നു, ഒന്നിനെ കുറിച്ചും നിങ്ങൾ നിരാശപ്പെടണ്ട, എല്ലാത്തിനും സ്തോത്രം ചെയ്യുക. ദൈവം നിങ്ങൾക്ക് വഴിയൊരുക്കും. ഇങ്ങനെ എനിക്കൊരു അവസരം ഒരുക്കി തന്ന ഇതിന്റെ കർത്താവിന്റെ ദാസന്മാരോടും എന്നെ വിളിച്ച പ്രിയ കർത്താവിന്റെ ദാസിയോടും എന്നെ കേട്ടിരുന്ന എല്ലാവരോടും ഹൃദയം നിറഞ്ഞ സ്നേഹത്തെയും നന്ദിയും അറിയിക്കുന്നു. വചനത്തിൽ നിന്ന് ഞാൻ ഒന്നും തന്നെ നിങ്ങളോട് സംസാരിച്ചിട്ടില്ല. എന്നെ സാക്ഷ്യത്തിനായിട്ടാണ് കൂടുതലായിട്ടും എന്നെ പറഞ്ഞത്. എന്റെ
സാക്ഷ്യമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും അറിയാം. അതുകൊണ്ടാണ് സാക്ഷ്യം പറഞ്ഞത്. എങ്കിലും ആമേൻ, കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. ഞാൻ അയക്കപ്പെടുന്ന എല്ലായിടത്തും കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ കടന്നു പോകുന്നു. ഇടുക്കിയുടെ മലപ്രദേശങ്ങളിൽ 3-4 കിലോമീറ്ററുകളൊക്കെ നടന്ന് ഓരോ കുന്നിന്റെ മണ്ടകളിലൊക്കെ പോയി സുവിശേഷം അറിയിച്ച് കർത്താവിന് വേണ്ടി അനേകരെ കർത്താവ് ചിലവ് ചെയ്തു. വീണ്ടും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കാനാണോ? അതെ 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 അതെ. കർത്താവേ, സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ നല്ല സ്വർഗീയ പിതാവേ, ഇന്ന് കർത്താവെ ഈ സമയം ഈ ഓൺലൈനിലൂടെ ഈ പ്രേയറിൽ പങ്കെടുക്കുന്ന നിന്റെ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ആമേൻ. അവിടുത്തെ ദാസന്മാർക്കായി ദാസിമാർക്കായി പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മ ഒരു ദൈവിക ദർശനത്തോടു കൂടെ തുടങ്ങി അത് പടർന്ന് പന്തലിച്ച് കർത്താവ് വലിയൊരു ആമേൻ അത്ഭുതകരമാകുന്ന നിലയിലേക്ക് ദൈവം മാറ്റപ്പെടുത്താൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവിക കാഴ്ചപ്പാടുകളും ദൈവിക ദർശനങ്ങളും പ്രാർത്ഥനയും ആമേൻ അന്യഭാഷയിലുള്ള ആരാധനയും ഒക്കെ നടക്കുമ്പോൾ കർത്താവ് ഇതിന്റെ അകത്ത് പങ്കെടുക്കുന്ന ഓരോരുത്തരെയും സ്വർഗം അവിടുന്ന് അനുഗ്രഹിക്കണമേ. ചിലരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ചില വിടുതലുകൾ നടക്കുവാൻ ദൈവം സഹായിക്കണമേ. ചിലരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് സ്വർഗം മറുപടി കൊടുക്കണമേ. ചിലരുടെ മുമ്പിൽ തുറക്കപ്പെടേണ്ട വാതിലുകളുണ്ടല്ലോ ദൈവമേ, അത് തുറക്കപ്പെടുവാൻ ദൈവം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുന്ന പാസ്റ്ററിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസിക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമെന്ന് കോർഡിനേറ്റ് ചെയ്യുന്ന ദൈവാസിക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കണമേ. ഇത് കേട്ടിരിക്കുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വ്യാപരിക്കണമേ. ഇത് ശ്രദ്ധിക്കുന്ന ആരെങ്കിലും ആമേൻ ഏതെങ്കിലും വിധത്തിലുള്ള രോഗത്താൽ ഭാരപ്പെടുന്നുവെങ്കിൽ ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ. കർത്താവേ ദൈവമേ, നീ അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. ഇങ്ങനെ അവസരം ഒരുക്കിയതിനായി സ്തോത്രം. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ.